ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ ദിവസം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഇത്രത്തോളം ആൾക്കാരെ, ഹല്ലേലൂയ, ദേവദാസന്മാരെ, ദൈവജനത്തെ, ഹല്ലേലൂയ, കൂട്ടിക്കൊണ്ട് വന്നല്ലോ. ഇത്രത്തോളം ദൈവം ജയത്തോടെ നടത്തുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായതാണല്ലോ. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ. നമ്മൾ, ഹല്ലേലൂയ, ഇരുന്നതല്ല, ദൈവം ഇരുത്തിയതാ. ദൈവം ബലപ്പെടുത്തിയതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാല്യക്കാരും ക്ഷീണിച്ച് തളർന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർക്ക്, ഹല്ലേലൂയ, ആമേൻ, ദൈവം ശക്തിയെ നൽകുന്ന ദൈവമാണ്. അവർ ശക്തിയെ പുതുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, ഒരു കർത്താവെ, ഒരു പുതിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ തരണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം യോനയോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ നിനവയിലേക്ക് ചെന്നു ആ നിനവയ്ക്കെതിരെ, ഹല്ലേലൂയ, പ്രസംഗിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇനി 40 ദിവസം കഴിഞ്ഞിട്ട് നിനവേ എന്ന് പറയുന്ന മഹാപട്ടണം ഉന്മൂലനാശം സംഭവിക്കുമെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. യോന അതുപോലെ അനുസരിച്ചു. അവൻ അവിടെ ചെന്ന് അതുപോലെ പ്രസംഗിച്ചു. എന്നാൽ, ഹല്ലേലൂയ, ആ ജനം, ഹല്ലേലൂയ, മാനസാന്തരപ്പെട്ടു. രാജാവ് മാനസാന്തരപ്പെട്ടു. ആ രാജ്യത്തിലുള്ള ജനമൊക്കെയും, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ സകലരും, ഹല്ലേലൂയ, മാനസാന്തരപ്പെടുവാനിടയായി തീർന്നു. അവരുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുവാനിടയായി തീർന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, യോനയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവർ തങ്ങളുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് അവരുടെ പ്രവർത്തികളാൽ ദൈവം കണ്ടപ്പോൾ ദൈവം അനുതപിച്ചു. ഹല്ലേലൂയ. അവർക്ക് വരുത്തുമെന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ അരുളി ചെയ്ത അനർത്ഥം വരുത്തിയതുമില്ല എന്ന് ദൈവവചനത്തിൽ പറയുന്നു. ദൈവമക്കളെ, അനർത്ഥങ്ങളും ആപത്തുകളും മുന്നിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ലോകം അനർത്ഥങ്ങളും ആപത്തും കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ, ആ അനർത്ഥം, ഹല്ലേലൂയ, ഹല്ലേലൂയ, റിപ്പന്റ് ചെയ്യുന്നവരെ, മാനസാന്തരത്തിലേക്ക്, പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരുന്നവരിൽ അത് വരുത്താതെ ദൈവം സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ, ഹല്ലേലൂയ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഒരു അനുതാപമുള്ള ഹൃദയത്തോടെ, ഹല്ലേലൂയ, വിട്ടുപിരിയാൻ ഒരു തീരുമാനത്തോടെ ഇന്ന്, ഹല്ലേലൂയ, രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കാം. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്. രാവിലെ കാലം കർത്താവിന്റെ അഭിഷേകത്തിന് ദൈവം ശക്തമായി തന്റെ കരങ്ങളിൽ ഉപയോഗിച്ചു. ഇന്ന് രാത്രി കാലവും, ഹല്ലേലൂയ, ആമേൻ, കർത്താവ് ശക്തമായി തന്റെ അഭിഷേകത്തിന് ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവേ, തിരുമേനി ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ. ദൈവവചനം കേൾക്കണം, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കണമേ എന്നുള്ള യാചനയോടെ, ഹല്ലേലൂയ, കേൾക്കുന്നു എന്നുള്ള യാചനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വിലയേറിയ ദാസൻ ഷാജിയും പോൾ പാസ്റ്ററെ, ഹല്ലേലൂയ, ശുശ്രൂഷയ്ക്കായി, ഹല്ലേലൂയ, ആദരവോടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ ഈ അനുഗ്രഹീത രാത്രിയിലും സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാരും സഭയുടെ ദൈവമക്കളുമായി കർത്തൃപാദപീഠത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ സന്ധ്യയിൽ ഞാൻ വിനീതമായി വന്ദനം പറയുകയും ചെയ്യുന്നു. രാവിലെ ഓർപ്പിച്ചതുപോലെ ഒരു പ്രാവശ്യം കൂടി കർത്തൃസന്നിധിയിൽ ഈ സഭ ക്രമീകരിച്ച ശ്രേഷ്ഠമായ ഉപവാസ പ്രാർത്ഥനയിൽ ഈ 19ാമത്തെ രാത്രിയിൽ എനിക്ക് നിങ്ങളെ വന്ന് ശുശ്രൂഷിപ്പാൻ തന്ന ദൈവകൃപയ്ക്ക് ഞാൻ ഈ രാത്രിയിലും ദൈവസന്നിധിയിൽ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്തൃദാസന്മാരോട് പ്രത്യേകം എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ഇന്ന് രാത്രിയിൽ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ രാജീവ് പാസ്റ്റർ, കർത്തൃദാസന്മാരുടെ നീണ്ട നിര, ഈ സഭയിലെ പ്രായമുള്ള എൽഡേഴ്സ്, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. രാവിലെ ഞാൻ ഓർപ്പിച്ചു തുടങ്ങിയതുപോലെ ദൈവവചനത്തിന് അപാരമായിരിക്കുന്ന കഴിവുണ്ട് വിശ്വസിക്കുന്നവരുടെ ഇടയിൽ. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ഇടയിൽ ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സഭയും ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ആരാധനകളിൽ, അവരുടെ ശുശ്രൂഷ നടപടികളിൽ പലയിടത്തും അത് കേൾവിക്ക് മാത്രം ഒരു കഥ പോലെ ഒതുങ്ങുമ്പോൾ നമ്മുടെ കൂടി വരവിനകത്ത് അതൊരു കഥയായി നിൽക്കുകയല്ല, അതൊരു ചരിത്ര വിശദീകരണമായി നിൽക്കുകയല്ല, മറിച്ച് അത് ഭയങ്കര പ്രവൃത്തി ചെയ്യുന്നുണ്ട്. സ്തോത്രം. അധികാരവും അഭിഷേകവുമുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ പരിശുദ്ധാത്മ നിയോഗത്തോടെ ആത്മനിറവിൽ കാത്തിരിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ വചനം ശുശ്രൂഷിക്കുമ്പോൾ വചനം ഭയങ്കര ദൈവപ്രവൃത്തി സഭാമധ്യത്തിൽ ചെയ്യും. അത്
മറ്റെവിടെ നടക്കുന്നതിനേക്കാൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടായ്മയ്ക്കകത്ത് നടക്കുന്നുണ്ടെന്ന് സഭ മുഖാന്തരം മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉള്ളതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിലും അത് സംഭവിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കുറിവാക്യമല്ലത്, എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വചനത്തെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് കൊണ്ട് കേൾവിക്കാരുടെ ഹൃദയത്തിൽ വചനം എന്ത് ചെയ്യുമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താൻ ദൈവസന്നിധിയിൽ എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തെയോഫിലോസിനോട് ലൂക്കോസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരും. ആ വാക്ക് നിങ്ങൾ കേട്ടെ, ആ വാക്ക് കേട്ടെ. വചനത്തിന്റെ ശുശ്രൂഷകന്മാരായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ. അത്രയും മതി, അത്രയും മതി, അത്രയും ആ ഒരു വാക്ക് മാത്രം ഈ രാത്രിയിലേക്ക് എൻ്റെ സന്ദേശത്തിന് ആമുഖത്തിന് കിട്ടിയാൽ മതി. ആ വാക്ക് കണ്ടോ? വചനത്തിന്റെ ശുശ്രൂഷകന്മാർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ. സ്തോത്രം. ആ വാചകത്തിൽ നമ്മൾ മനസ്സിലാക്കണം, വചന ശുശ്രൂഷയിൽ ദൈവം നമ്മെ എന്തോ ഫലമേൽപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ഈ 19-ാമത്തെ രാത്രി കേട്ടിട്ട് പോകാനിരിക്കരുത്. വിശ്വസിക്കുന്ന ചിലരെ ഇന്ന് രാത്രി ചിലത് ഫലമേൽപ്പിക്കും. അതെന്താന്ന് പറയാൻ എനിക്കറിയില്ല. ദൈവമായ കർത്താവ് വിശ്വസ്തനായിരിക്കയാൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കൃപയായിരിക്കും. ചില കുടുംബങ്ങളെ നേരെ നിർത്താനുള്ള വരമായിരിക്കും. ചിലരെ മടക്കി വരുത്താനുള്ള കഴിവായിരിക്കും. ചിലപ്പോൾ ചിലരെ സൗഖ്യമാക്കാനുള്ള കൃപാവരമായിരിക്കും. ചിലപ്പോൾ സഭ സ്ഥാപിക്കാനുള്ള സുവിശേഷാത്മാവായിരിക്കും. ചിലപ്പോൾ ദേശത്ത് വ്യാപരിക്കുന്ന ദുഷ്ടാത്മ ശക്തിയെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് പിടിച്ചു കെട്ടാനുള്ള അധികാരമായിരിക്കും. എന്തായിരിക്കും എന്ന് പറയാൻ അറിയില്ല. പക്ഷേ ഞാൻ ഈ വാക്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വിശ്വസിക്കുന്നു, വചന ശുശ്രൂഷയിൽ കേൾവിക്കാരെ ദൈവം എന്തോ ഫലമേൽപ്പിക്കുന്നുണ്ട്. സ്തോത്രം. തീത്തോസിന്റെ ലേഖനം 1:1 പൗലോസ് അപ്പോസ്തലൻ മുമ്പൊരിക്കൽ വന്നപ്പോൾ ഞാൻ ആ ഭാഗം ഇവിടെ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. സ്തോത്രം. ദൈവം എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ. അപ്പൊ പ്രാർത്ഥനാമുറിയിൽ പ്രഭാഷകനെ ദൈവം ചിലത് ഫലമേൽപ്പിക്കുകയും അദ്ദേഹം പ്രാർത്ഥനയോടെ സഭയുടെ പുൽപ്പിറ്റ് വരുമ്പോൾ അദ്ദേഹത്തിലൂടെ ദൈവം വിശ്വാസികളെ ചിലത് ഫലമേൽപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇതൊരു വലിയ കൈമാറ്റ പ്രക്രിയ പോലെ സ്വർഗസ്ഥനായ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ചിലത് ഉപസ്തോത്രം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി കേൾക്കാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മനസ്സോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഇന്ന് രാത്രി എന്നെ ചിലത് ഫലമേൽപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അത് നൽകാൻ ദൈവം വിശ്വസ്തനാണ്. എല്ലാവരെയും ഒരുപക്ഷെ പ്ലാറ്റ്ഫോമിലേക്കോ അല്ലെങ്കിൽ സ്തോത്രം ഏതെങ്കിലും ശുശ്രൂഷയുടെ വേദിയിലേക്കൊന്നും ആയിരിക്കുകയല്ല. ചിലപ്പോൾ നിന്റെ വീട്ടിലെ കാര്യം പരിഹരിക്കാൻ സ്തോത്രം സ്വർഗം ഒരു കൃപ തന്നാ മതി, ഒരു വാക്ക് തന്നാ മതി, സ്തോത്രം ഒരു വചനം തന്നാ മതി. അത് ഫലമേൽപ്പിച്ചാൽ, അത് ഉപയോഗിക്കേണ്ടവണ്ണം ഉപയോഗിച്ചാൽ ഇന്ന് രാത്രികാലം പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളെ സ്വർഗസ്ഥനായ ദൈവം പരിഹരിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ആ വാചകം വെച്ച് നിങ്ങളുടെ നടുവിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ എത്ര പേര് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധി ഞാൻ കേൾക്കാൻ വന്നതല്ല, ചിലത് ഏറ്റെടുക്കാൻ വന്നതാണ് എന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ മനസ്സ് തുറന്ന് പദവി മറന്ന് ദൈവത്തോട് പറ, കർത്താവേ, ഈ പ്രായത്തിൽ ഞാൻ ചിലത് ഏറ്റെടുക്കാം. അങ്ങനെ ഈ ശുശ്രൂഷയിലൂടെ, ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയിലൂടെ സ്വർഗം എന്നെ ചിലത് ഫലമേൽപ്പിച്ചാൽ അമിതമായ ആത്മീക ആവേശമുള്ള ആഗ്രഹമുള്ള ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ ദാസന്മാരും ഒരുമിച്ച് സ്തോത്രത്തോടെ പറ, എന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, എന്റെ ജീവിത പങ്കാളിക്ക് ചില ആരും അറിയാത്ത ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങളുണ്ട്, എന്റെ കുഞ്ഞിന് ചില പ്രതികൂലങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ, അത് നേരെയാക്കാൻ കർത്താവേ ചിലതെന്നെ ഫലമേൽപ്പിക്കണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരെല്ലാം സ്വർഗം കാണട്ടെ, ദൈവം അറിയട്ടെ. പ്രതികരണത്തിലൂടെയാണ് വിശ്വാസം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അത് വെളിപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ സ്തോത്രത്തോടെ, ശക്തിയോടെ, കൃപയോടെ എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്തോ ഇന്ന് രാത്രി PMG ചർച്ചിനെ ഫലമേൽപ്പിക്കും, ദൈവദാസന്മാരെ ഫലമേൽപ്പിക്കും, ചില അമ്മമാരെ ഫലമേൽപ്പിക്കും, ചില ഭാര്യമാരെ ഫലമേൽപ്പിക്കും, ചില പിതാക്കന്മാരെ ഫലമേൽപ്പിക്കും, സഭാ പ്രതിനിധികളെ സ്വർഗം ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ഫലമേൽപ്പിക്കും. കാത് തുറന്ന് കേൾക്കാൻ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ വിശ്വസിച്ചുകൊണ്ട് അതിൽ ഒരാൾ ഞാനായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്
ഞാൻ ആ വാക്യത്തെ സ്തോത്രത്തോടെ ഒരിക്കൽ കൂടി പറയാം. വചന ശുശ്രൂഷകന്മാർ നമ്മെ പരമേൽപ്പിച്ചത്. ഇന്ന് രാത്രി നമ്മുടെ കർത്തൃദാസന്മാർ, അവരിലൂടെ ദൈവം നമ്മെ പരമേൽപ്പിച്ചത്, അത് നമ്മെ ചൈതന്യമുള്ളവരാക്കി, നമ്മെ സ്തോത്രം അനുഗ്രഹീതരാക്കി. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ തുടരാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നപ്പായി. മനോഹര രാത്രി കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ പറഞ്ഞ വാക്യം തന്നെ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. അടിയൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നു. ഈ വാക്യം ഞാൻ ദൈവസന്നിധിയിൽ അടിവരയിട്ടു. അന്നു മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശുശ്രൂഷിക്കാൻ വിടുന്നിടത്ത് ഞാനൊരു വചന ശുശ്രൂഷകനായിരിക്കുകയാണ്. ഞാൻ ചെല്ലുന്നിടത്ത് ആളുകൾ 4 പോയിന്റ് കുറിച്ച് വെക്കുകയല്ല, അവരെ അടിയന്റെ ശുശ്രൂഷയിലൂടെ ചിലത് ദൈവം പരമേൽപ്പിക്കണമേ എന്ന്. ഇന്ന് രാത്രി 19ാമത്തെ രാത്രി, ഉപവാസത്തിന്റെ 19ാം രാത്രി, ദൈവം എന്നെ ഏൽപ്പിച്ചതാണെന്ന് ഓർത്തിരുന്ന് പറയാൻ ചില പ്രത്യേക കൃപ ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് ദൈവം കൊടുക്കണേ കർത്താവേ. ദൈവം അത് ചെയ്യുമെന്നുള്ള അകമഴിഞ്ഞ വിശ്വാസം എൻ്റെ അകത്തുണ്ട്. ഞാനത് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ സഭയിൽ പങ്കുവെക്കാൻ തന്ന ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവേ. ദൈവം എന്നെ സഹായിക്കണേ, അങ്ങയുടെ കൂടെ എന്നെ നിർത്തണേ, ദൈവകൃപയിൽ എന്നെ താങ്ങണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയും കരുണയോടെ കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. കരമുയർത്തി ഒന്നോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. രാവിലെ വരാത്തവരുണ്ടായിരിക്കാം. രാവിലെ നമ്മൾ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ 23-ാം വാക്യവും 20-ന്റെ 1 2 കാര്യങ്ങളാണ്, 2 കൊച്ചു കാര്യങ്ങളാണ്. 19-ന്റെ 23-ൽ വായിച്ചത് എങ്ങനെയായിരുന്നു? ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. സ്തോത്രം. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി എന്നതാണ് ആദ്യത്തെ വാക്യം. 20-ന്റെ 1-ൽ വായിച്ചത് എങ്ങനെയാണ്? കലഹം ശമിച്ചു. അത്രയും മതി. സ്തോത്രം. 19-ന്റെ 23-ൽ കലഹമുണ്ടായെങ്കിൽ 20-ന്റെ 1-ൽ ആ കലഹം നീണ്ട നാൾ നിന്നില്ല, ആ കലഹം ശമിച്ചു. സ്തോത്രം. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് അങ്ങനെ ഒരു കലഹം ഉണ്ടായത്? അതൊക്കെയായിരുന്നു രാവിലെ പറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങിയത്. ഇപ്പോൾ സ്തോത്രം, എൻ്റെ പ്രഭാഷണ രീതി കഴിവിൻ്റെ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പഴുതടച്ച് കിട്ടാവുന്ന സോഴ്സുകളെല്ലാം തപ്പി വേദപുസ്തകത്തിൽ നിന്ന് ദൈവമക്കളും എൻ്റെ കേൾവിക്കാർക്കും സ്തോത്രം കൊടുക്കാവുന്ന എൻ്റെ പരമാവധി കാര്യങ്ങൾ പങ്കുവെക്കണം എന്നുള്ള ചിന്ത കൊണ്ട് ഞാനിത് പഠന വിഷയമാക്കുന്നത് കൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാൻ ഈ ഭാഗം പഠിക്കുമ്പോൾ 6 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തിയിൽ ആ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തുടരുന്നത് കണ്ടു. സ്തോത്രം. ആ 6 കാലങ്ങളെ ദൈവസന്നിധാനത്തിൽ വിലയിരുത്തിയപ്പോൾ വെറുതെ ഒരു ഭംഗിവാക്കോ ഒരു പാരഗ്രാഫ് ആരംഭിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു തുടക്കവാചകമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ അടുത്ത സമയങ്ങളിലാണ് അങ്ങനെ ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ആലോചന അതിനകത്തുണ്ടെന്നുള്ളൊരു ബോധ്യം എൻ്റെ അകത്ത് വന്നപ്പോൾ ദിവസങ്ങളോളം അത് വെച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് ആ ഭാഗങ്ങളെല്ലാം എൻ്റെ മനസ്സിനകത്ത് നീണ്ട വിശദീകരണങ്ങളായി തന്നു. അതിലൊരു ഭാഗമാണ് രാവിലെ നമ്മൾ പറഞ്ഞത്. ഈ 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ ആ കാലത്തുനിന്ന് തുടങ്ങുന്നത് 1:15 പറഞ്ഞു. ഇനി വായിക്കേണ്ടത് 1:15 പറഞ്ഞു. അവിടെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യമായി ആ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. അത് രാവിലെ നമ്മൾ ആത്മാവിൽ വിശദീകരിച്ചു. ഈ സഭയ്ക്കുള്ള ദൈവാലോചന പരിശുദ്ധാത്മാവ് വാക്കിലൂടെ തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലരെയും ദൈവമായ കർത്താവ് ആ ഒരു ഭാഗത്തെ ആ കാലത്തിൻ്റെ പ്രത്യേകത, ഒരു കൂട്ടം ആളുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ ഉപവാസത്തിലിരിക്കുന്നത് പോലെ. സ്തോത്രം. ഇന്ന് 18 ദിവസമായി. പക്ഷേ അവരുടെ പ്രാർത്ഥന ഒരു 10 ദിവസം പിന്നിട്ടപ്പോഴേക്കും അവരുടെ കാലങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങി, കാഴ്ചപ്പാടിന് മാറ്റം വരാൻ തുടങ്ങി, അവരുടെ മനസ്ഥിതിക്ക് മാറ്റം. അതൊക്കെ തെളിയിച്ചതാ രാവിലെ. സ്തോത്രം. രണ്ടാമത് അപ്പോസ്തല പ്രവൃത്തിയിൽ രണ്ടാമത് ആ കാലത്തെന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്, 6-ന്റെ 1-ലാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് വായിച്ചാൽ അവിടെ നമുക്ക് തുടങ്ങാം. ഞാൻ 6 കാര്യം പറഞ്ഞു തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു രാത്രി. ബാക്കി ഇടുന്നത് ശരിയല്ലാത്തത് കൊണ്ട് 6-ന്റെ 1 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവുമാരെ ദിനപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. അടുത്ത വാക്യം കൊണ്ട് വായിച്ചു. 12
ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ വേലയ്ക്കാക്കാം. അത്രയും മതി. സ്തോത്രം, അത്രയും മതി. ശ്രദ്ധിക്കൂ. രണ്ടാമത്, അപ്പോസ്തല പ്രവൃത്തിയിൽ 3-4 അധ്യായങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ആ വാക്കുകൊണ്ട് അടുത്തൊരു സൂചന തരികയാണ്. അടുത്തൊരു കാലം. ആ കാലത്ത്, സ്തോത്രം, ആ കാലത്തിന്റെ പ്രത്യേകത എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ. സ്തോത്രം. ആ വാക്കിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. കാരണം സഭയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, നമ്മൾ സഭയെ പഠിക്കുമ്പോൾ എപ്പോഴും ഓർത്തോളണം, സഭയുടേതായിരിക്കുന്ന ഒരു സ്വഭാവം എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായിരിക്കും. സഭയുടെ സ്വഭാവം ഇതാണ്: സഭ പതുക്കെ തുടങ്ങി, കുറച്ച് പേരായിട്ട് കൂടി, അവർ പ്രാർത്ഥനയിലായിരുന്നു, കുറച്ചുകൂടെ മുന്നോട്ട് പോയി, 4-5 അധ്യായങ്ങൾ പിന്നിട്ടപ്പോൾ പിന്നെ സഭ 1, 1, 2 എന്ന കണക്കിലല്ല, പിന്നെ സഭ പെരുകാൻ തുടങ്ങുകയാണ്. സ്തോത്രം. സഭയുടെ സ്വഭാവം ഇതാണ്. കൃപയുടെയും കൃപാവരത്തിൻ്റെയും ശുശ്രൂഷയുടെ ഒക്കെ സ്വഭാവം ഇതാണ്: വളരാൻ അനുവദിച്ചാൽ, വിശ്വാസത്തോടെ നിന്നാൽ, വിശ്വസ്തയോടെ നിന്നാൽ, ഒരു ദൈവദാസനാണെങ്കിലും ഒരു സഭയാണെങ്കിലും ഒരു ലിമിറ്റ് വിട്ട് കഴിയുമ്പോൾ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ അതൊരു പെരുക്കമായി മാറിക്കൊണ്ടിരിക്കും. സ്തോത്ര, ഹല്ലേലൂയ. എപ്പോഴെങ്കിലും അതിനൊരു ബ്രേക്ക് വന്നാൽ അവിടെ ഒരു അസ്വസ്ഥത നമുക്കുണ്ടാവണം. സ്തോത്രം. ഉണ്ടായില്ലെങ്കിൽ അവിടെ വെച്ച് ഒരുപാട് സഭകൾക്ക് പറ്റിയത് സഭയുടെ സ്വഭാവത്തെ ബാധിച്ചു. ഞാൻ ഇങ്ങനെ ഈ ഭാഗം പറയുമ്പോൾ പറയാറുണ്ട്, സഭയെ വളരാൻ അനുവദിച്ചാൽ, അതിനകത്ത് അവിശ്വാസം കടത്താതിരുന്നാൽ, രാഷ്ട്രീയം കയറ്റാതിരുന്നാൽ, അതിനകത്ത് സഭയെ ഉപദ്രവിക്കാതിരുന്നാൽ, ഐക്യമത്യം നശിപ്പിക്കാതിരുന്നാൽ, പിറുപിറുപ്പുണ്ടാക്കാതിരുന്നാൽ, കലക്കമുണ്ടാക്കാതിരുന്നാൽ, ഏത് പാതാള ഗോപുരത്തിന് മുമ്പിലും സഭയുടെ സ്വഭാവം കാണിക്കും. ഹല്ലേലൂയ. അതിനെ ആര് പിടിച്ചു കെട്ടിയാലും, അതിനെതിരെ ആരെന്തൊക്കെ ചെയ്താലും, ഏതൊക്കെ വിധത്തിൽ സഭയ്ക്കെതിരെ സ്തോത്രം നാണം കെടുത്തുന്ന കാര്യങ്ങൾ ആരൊക്കെ ചെയ്താലും, സ്തോത്രം, പരിശുദ്ധാത്മാവ് പ്രാദേശിക സഭയ്ക്കകത്ത് പവിത്രത കാത്തു സൂക്ഷിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരുന്നാൽ, സ്തോത്രം, ദൈവത്തിന് നീരസം വരുത്താതിരുന്നാൽ, എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കാതിരുന്നാൽ, സ്തോത്രം, ഒരുവനെ കൊണ്ട് ഒരുവനെ ഒടുങ്ങിപ്പോകാതിരുന്നാൽ, സ്തോത്രം, വിശ്വാസത്തിൽ വന്ന് ഒരുത്തൻ ഞാൻ നിമിത്തം ലജ്ജിക്കരുത്. 5 കാര്യങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചു. സ്തോത്ര, ഹല്ലേലൂയ. 5 കാര്യങ്ങൾ. അത് ഓരോ വിശ്വാസിയും ഓരോ കർത്തൃദാസന്മാരും സഭയോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കണം. 1, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സ്തോത്ര, ഹല്ലേലൂയ. 2, ദൈവത്തിന് നീരസം ജനിപ്പിക്കരുത്. സ്തോത്ര, ഹല്ലേലൂയ. 3, കർത്താവിനെ പിന്നെയും ക്രൂശിക്കരുത്, ലോകാപവാദം വരുത്തരുത്. സ്തോത്രം. 4, ഒരുവനെ കൊണ്ട് ഒരുവൻ ഒടുങ്ങിപ്പോകരുത്. 5, സ്തോത്രം, ദാവീദ് ഒരിക്കൽ പറഞ്ഞൊരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാ: സ്തോത്രം, ദൈവമേ, നിന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും ഞാൻ നിമിത്തം ലജ്ജിച്ചു പോകരുത്. 5 എഴുതിയോന്നറിയില്ല. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ എഴുതേണ്ട കാര്യമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. സ്തോത്രം. എന്നാണെങ്കിലും നിങ്ങൾക്ക് വിട്ടുതരും. സ്തോത്രം. സഭയെ ഇത് പറഞ്ഞ് ബോധിപ്പിച്ചാൽ, ഒരു ഞായറാഴ്ച പറഞ്ഞ് ബോധിപ്പിച്ചാൽ നല്ലതായിരിക്കും. 5 കാര്യങ്ങൾ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരു സഭയെ തുടരരുത്. കർത്താവിന് നീരസം വരുത്തുക എന്നൊരു വാക്കുണ്ട്. ഇബ്രായ ലേഖനത്തിൽ എഴുതിയപ്പോൾ ദൈവം എഴുതി, എനിക്ക് ആ തലമുറയോട് 40 കൊല്ലം നീരസം ഉണ്ടായിരുന്നു. 40 കൊല്ലം നീരസം ഉള്ളപ്പോഴും ദൈവം മഞ്ഞ കൊടുത്തു, പാറയുടെ വെള്ളം കൊടുത്തു, മേഘത്തിന്റെ തണൽ കൊടുത്തു. സ്തോത്രം. ദൂതനെ മുമ്പിൽ വിട്ടൊക്കെ ശരിയാ, പക്ഷെ നീരസം ഉണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ചപ്പോ മറുപടി കിട്ടിയോ, കൊച്ചിന് IELTS പാസ്സായതെന്നുള്ളതല്ല, ദൈവത്തിന് നിന്നോട് നീരസം ഉണ്ടോ? സ്തോത്രം. നീ ആ പറഞ്ഞത്, നീ ആ ചെയ്തത്, ആ ദൈവദാസന് വിരോധമായി പറഞ്ഞത് ആരും കേൾക്കാതെ ആ മെസ്സേജ് അയച്ചതിനകത്ത് സ്വർഗം നീരസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കൊളുത്ത് കിടക്കുന്നുണ്ട്. അത് ഉപവാസത്തിന്റെ 19ാമത്തെ രാത്രി ദൈവത്തോട് ഇവിടെ ഇരുന്ന് ചോദിക്കാൻ നേരം എടുക്കരുത്. വീട്ടിൽ പോയി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒറ്റയ്ക്കൊരു മുറിക്കകത്തിരുന്ന് ചോദിക്കണം, എന്നോട് എന്തെങ്കിലും നീരസമുണ്ടോ? സ്തോത്രം. എന്നോട് എന്തെങ്കിലും നീരസമുണ്ടോ? കാരണം അങ്ങൻ്റെ ഹൃദയം തന്നവനാണ്, അങ്ങനെ കൊണ്ട് നടന്നവനാണ്. ഇന്ന് വരെ അങ്ങനെ ഒരു ചോദ്യം ദൈവത്തോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മിടുക്കരാന്ന് വിചാരിക്കരുത്. ചോദിക്കണം. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. ഈ കൂട്ടപ്രാർത്ഥനയ്ക്കകത്ത് മാത്രം നമ്മുടെ ആത്മീകം ഒതുക്കരുത്.
ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് തനിച്ച് സ്തോത്രം ദൈവസന്നിധിയിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലണം. ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, എന്നോട് എന്തെങ്കിലും നീരസമുണ്ടോ? സ്തോത്രം. സങ്കീർത്തനത്തിൽ എവിടെയോ ഭക്തന്മാരായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ എഴുതിയൊരു വാക്കുണ്ട്, ഞങ്ങളോടുള്ള നീരസം മതിയാക്കണമേ. അപ്പൊ അതിനർത്ഥം എന്താ? ചിലർക്ക് പിടികിട്ടി എന്തോ നീരസം ഞങ്ങളോടുണ്ട്. അവരിടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ യോഗം നടത്തുന്നുണ്ട്, ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട്, ഞങ്ങൾ കൺവെൻഷൻ നടത്തുന്നുണ്ട്, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തോ നീരസം ഞങ്ങളോടുണ്ട്. അതെങ്ങനെ അറിയാം നീരസം ഉണ്ടെന്ന്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ കരുതലുകൾ അത് നമുക്ക് വേണ്ടും വണ്ണം അല്ലെങ്കിൽ ഓർത്തോരണം, എന്തോ നീരസമുണ്ട്. ദൈവത്തിന് നീരസം ജ്വലിപ്പിക്കരുത്. ഇബ്രായ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിച്ചിട്ട് ദൈവത്തിൻ്റെ വരുവാനുള്ള രാജ്യത്തിൻ്റെ ശക്തിയും വചനമൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെയും പാപം ചെയ്താൽ അവർ കർത്താവിനെ പിന്നെയും ക്രൂശിക്കുകയും ലോകാപവാദം വരുത്തുകയും ചെയ്യുന്നു. 3-ാമത്തെ കാര്യം, കർത്താവിന് അപവാദം വരുത്തരുത്. സ്തോത്രം. 4-ാമത്തെ കാര്യം, ലേഖനങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്, ഒരുവനെ കൊണ്ടൊരുവൻ ഒടുങ്ങിപ്പോകരുത്. 5-ാമത്തെ കാര്യം, അങ്ങയെ വിശ്വസിച്ച് ഈ സഭയിൽ വന്ന ഒരുത്തൻ എൻ്റെ പ്രവൃത്തി നിമിത്തം ലജ്ജിച്ചു പോകരുത്. നാട്ടുകാർ പറയരുത്, നിന്റെ സഭയിലെ മറ്റേ പുള്ളിയല്ലേ ഇന്നാള് സ്തോത്രം പോലീസ് തപ്പി വന്നതെന്ന് പറഞ്ഞാൽ ആ പാവം കൂടി ലജ്ജിക്കും. വിശ്വാസത്തിൽ വരാത്തൊരാളാ വീട്ടിലുണ്ടെങ്കിൽ പറയും, അമ്മയുടെ സഭയിലെ ആളെയാണല്ലോ മിനിങ്ങാന്ന് പത്രത്തിൽ കണ്ടതെന്ന് പറഞ്ഞാൽ പോയില്ലേ. ഇതൊക്കെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലെ വിഷയാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ ദിവസവും സ്തോത്രം അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ 5 കാര്യം അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ സ്തോത്രം, സഭയെ ഈ വിധത്തിൽ ഉപദ്രവിക്കാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ, ഇനിയും കണ്ടേക്കാം നിങ്ങൾ എന്നേക്കാൾ സ്തോത്രം അധികായന്മാരും ശക്തരും അല്ലേ, ഇനിയും കർത്താവിൻ്റെ വചനത്തിൽ സഭയെ പ്രബോധിപ്പിക്കാൻ എത്രയോ വാക്കുകൾ വേണമെങ്കിൽ കോർത്തിണക്കി ഒരു പുസ്തകം രചിക്കത്തക്ക രീതിയിൽ ഒരു സഭാവിശ്വാസിയുടെ കടപ്പാടുകൾ, ഞാനൊരു 5 സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, ഇനി ഒരു 50 കണ്ടെത്താമെങ്കിൽ എഴുതി ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കി സഭയ്ക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇത് പ്രയോജനപ്പെടുത്തണം. ഇങ്ങനെ മുമ്പോട്ട് പോയെങ്കിലേ സഭയുടെ സ്വഭാവം കാണിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. അന്തരീക്ഷം ഒക്കെ ശരിയാണെങ്കിൽ അത് അതിൻ്റെതായ നിലവാരം കാണിക്കും. നമുക്കറിയാം, അമ്മമാർക്കറിയാം. ചെറിയ ഉദാഹരണം പറയാം. നാളത്തേക്ക് ഇഡ്ഡലിക്ക് നമ്മൾ സ്തോത്രം കലക്കി വെച്ചു, നാളെ രാവിലെ അത് പൊങ്ങി വന്നില്ലെങ്കിലോ, ഉണ്ടാക്കി കൊടുത്ത് അച്ചാനെടുത്ത് മുഖത്തേക്ക് എറിയും, ഏറുകൊണ്ടാ ബോധം കെടുകയും ചെയ്യും, കാരണം അത് കല്ലിച്ചിരിക്കും. അപ്പൊ ഇന്നലെ കലക്കിയപ്പോ നമ്മൾ പറയുന്ന ന്യായങ്ങളാ, ഇന്നലെ ഈ അരി തന്നെയല്ല അറിഞ്ഞോ, ഈ ഉഴുന്നല്ല കലക്കി. അപ്പൊ ഇന്നലെ എന്ത് ചെയ്യുന്നറിയാം, ഇന്നലത്തെ ക്ലൈമറ്റ് ഇതിനൊക്കെ ഒരേ രീതിയുണ്ട്. ഇത് കലക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പൊങ്ങോ? അപ്പൊ കലക്കിയതല്ല, അത് പൊങ്ങി വരാനുള്ള സാധ്യത നമ്മൾ ഉണ്ടാക്കി വെക്കണം. സ്തോത്രം. അതിന് സാധ്യത ഉണ്ടാക്കി കൊടുത്ത് അതിന് ചേർക്കേണ്ട പുളിമാവോ കാര്യങ്ങളൊക്കെ വേണ്ടും വണ്ണം ചേർത്ത് പരുവത്തിന് വെച്ചു കൊടുത്താൽ പോയി കിടന്നുറങ്ങിയാൽ മതി. നേരം വെളുക്കുമ്പോൾ പുളിമാവിന്റെ സ്വഭാവം കാണിച്ചിരിക്കും. അത്രയും നമ്മുടെ കണ്ണിന് മുമ്പിൽ വിശ്വസിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന കർത്താവ് ചോര കൊണ്ട് വീണ്ടെടുത്ത് തിരുവനന്തപുരത്ത് നട്ടു വളർത്തുന്ന സഭ അതിന് വേണ്ട രീതിയിൽ എല്ലാവരും കൂടി ചേർന്ന് അതിനെ ആത്മാവിൽ സ്വോത്ര ശക്തിയോടെ സ്വോത്രം ചെയ്ത് സ്വോത്രം ദൈവസ്ഥനെ നിർത്തിയാൽ ഞാൻ പറയാം, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും സഭയുടെ സ്വഭാവം കാണിക്കും. എന്താ സഭയുടെ സ്വഭാവം? സ്വോത്ര ഹല്ലേലൂയ. അത് വേണമെങ്കിൽ അടുത്തൊരു പുസ്തകമായിട്ട് എഴുതിക്കൂ, ഐഡിയ നടത്താൻ പോവാം. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു, നിങ്ങളുടെ നടുവിൽ ആത്മാവില്ലാത്തവനോ അവിശ്വാസിയോ വന്നാൽ, സഭയ്ക്കൊരു സ്വഭാവമുണ്ട്. പോകാൻ നേരത്തെ അവൻ്റെ ഫോൺ നമ്പർ മേടിച്ച് സ്തോത്രം അവൻ്റെ വീട്ടിലേക്കുള്ള ഗൂഗിൾ മാപ്പ് മേടിച്ചിട്ട് വിടുക എന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല. വിടുന്നത് നല്ലതായിരിക്കും, നമ്മുടെ രീതി നല്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, അങ്ങനെ ഒരുത്തനകത്ത് വന്നാൽ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന കൃപാവരവും പരിശുദ്ധാത്മ ശക്തി കൊണ്ടും അവൻ വിവേചിക്കപ്പെടും. അവൻ വിവേചിക്കപ്പെടുമ്പോൾ ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് അവനൊരു കാര്യം പറഞ്ഞിട്ട് പോകും, ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ നടുവിൽ ദൈവമുണ്ട്. അതാ സഭയുടെ സ്വഭാവം. സ്തോത്രം. മനസ്സിലാവുന്നു? അപ്പൊ അത് വെളിപ്പെട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉപദേശിമാർക്കും ഉണ്ടാകണം, ദൈവമക്കൾക്കും ഉണ്ടാവണം.
വൈകുന്നേരം എനിക്ക് തോന്നുന്നു താളം തെറ്റുവാന്ന്. രാവിലെ നല്ല താളത്തിലായിരുന്നു. എൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. സ്തോത്രം. പക്ഷേ കർത്താവിൻ്റെ കയ്യിലാണ് സംഭവിക്കുന്നത്. എങ്കിലും ഞാൻ അടിപതറാതെ ഉറച്ചു വിശ്വസിക്കുന്നു, ഇതിനകത്ത് സ്വഭാവം, സഭയുടെ സ്വഭാവം ദൈവം തെളിയിക്കും. എത്രയോ പേര് ഇതിനകത്ത് വന്നിട്ട് എനിക്ക് സാക്ഷിയുണ്ട്, എന്നോട് പറഞ്ഞവരുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം പാസ്റ്ററോട് പറഞ്ഞു, സ്തോത്രം, ഇവിടെ സഭകളില്ലാത്തതുകൊണ്ടല്ലോ, ഞാൻ പൊക്കി പറയുകയല്ല താത്തി പറയുകയല്ല, ഞാൻ ഉള്ള കാര്യം വചനപ്രകാരം പറയുക. അതിനകത്ത് വരുമ്പോൾ സ്തോത്രം, അവരെക്കുറിച്ച് അവർക്ക് കേൾക്കാനിടയാകണം, അവരുടെ വിഷയത്തെ തൊടണം. സ്തോത്രം, ഹല്ലേലൂയ. സഭയുടെ സ്വഭാവം കാണിക്കണം. 6-ാം അധ്യായത്തിന്റെ വാക്ക് വെച്ച് പറയുക, സഭ പെരുകി തുടങ്ങി എന്നൊരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ആത്മാവ് പറയിക്കുക, എൻ്റെ സഭയ്ക്കൊരു സ്വഭാവമുണ്ട്. ഇതിനകത്തൊരു പാപി വന്നാൽ, ഇതിനകത്തൊരു ജഡീകൻ വന്നാൽ, ഇതിനകത്ത് ആത്മാവില്ലാത്തവൻ വന്നാൽ, പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ വന്നാൽ, ഇതിനകത്ത് വരുമ്പോൾ സഭയുടെ സ്വഭാവം തെളിഞ്ഞ് അവനെ കൊണ്ട് ദൈവം പറയിപ്പിക്കും, ഇവരുടെ കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. രക്തത്താലെ ജയം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇതൊരു വയലാണ്, ഇതിനകത്ത് നട്ടു വളർത്തുന്നതാണ്. അങ്ങനെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്, ഇതിനകത്ത് ദൈവം നട്ടു വളർത്തുന്നതാണ്. ഓരോരുത്തരും സഭയെ കുറിച്ച് കൊരിന്ത്യരോട് പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്ര, വാക്ക് ഇങ്ങനെ എഴുതിയത്, ഈ സ്തോത്രം, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം, ദൈവത്തിന്റെ കൃഷി, അങ്ങനെയല്ല എഴുതിയത്. അത് ഉദ്ദേശിച്ചത് എന്താ? കർത്താവ് മൂന്നാറിലോ ഇടുക്കിയിലോ പോയി ഏലത്തോട്ടം മേടിച്ചതിനെ കുറിച്ചല്ലല്ലോ, ദൈവത്തിന്റെ സഭയെ കുറിച്ചല്ല എഴുതിയത്. അപ്പൊ കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ കൃഷിയാണ്, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. സ്തോത്രം, ഹല്ലേലൂയ. അന്നത്തെ ഒരു വാക്കെടുത്താൽ മതി, കർത്താവിന്റെ കൃഷിയാണ്. ആ തോട്ടത്തിൽ ഒരുത്തൻ നടപ്പെട്ടാൽ ആ വയലിന്റെ ഗുണം ആ നടുതല കാണിക്കണം. സഭയുടെ ഗുണം കാണിക്കണം. ഇന്ന് രാത്രി ഇതിനകത്ത് സ്തോത്രത്തോടെ എത്ര പേർക്ക് പറയാൻ പറ്റും, 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ ഇതിനകത്ത് നട്ടു. സ്തോത്രം, എൻ്റെ വയലാണിത്. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് പിതാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം എന്നെ ഈ പട്ടണത്തിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് ഇതിനകത്ത് നട്ടതാണ്. ഇതിനകത്ത് നിന്ന് വളർന്ന വളർച്ച എനിക്കുള്ളൂ. ഈ സഭയാം തോട്ടം, ഈ കൃഷിയിടം എനിക്ക് അനുഗ്രഹമായിരുന്നു, എൻ്റെ പിള്ളേർക്ക് അനുഗ്രഹമായിരുന്നു. അവരെത്തേണ്ടിടത്തെത്തി എന്ന് പറയാൻ ഇതിനകത്ത് എത്ര പേർക്ക് കഴിയും? സഭയുടെ സ്വഭാവം നിങ്ങളോട് കാണിച്ചെങ്കിൽ നിങ്ങൾ ദൈവത്തോട് സഭയെ ഓർത്ത് നന്ദി പറയണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, എത്രയോ വർഷമായി ദൈവസന്നിധാനത്തിൽ നിങ്ങളിപ്പോൾ, ഞാൻ എത്ര വർഷമായിട്ട് ഇവിടെ വരാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ കാണുന്ന മുഖങ്ങൾ, ചിലർക്ക് പ്രായം പോലും ആകുന്നില്ല. സ്തോത്രം. അന്നിരുന്ന പോലെ തന്നെ എന്നിരിക്കുന്നു. സ്തോത്രം. ഈ വയലിന്റെ ഗുണമായിരിക്കും, എന്തോ ആകട്ടെ. സ്തോത്രം. ചിലപ്പോഴൊക്കെ കാണാം, സ്തോത്രം, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരായിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് മാറി പ്രസംഗിക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അവരവിടെ കാണാം. എന്നെ പിന്നെ അപ്പം പറഞ്ഞ് ഇപ്പം അവിടെയല്ല ഇവിടെയാന്ന് പറയും. ഒരു കൊല്ലം കഴിഞ്ഞ് ഇച്ചിരൂടെ മാറി അടുത്ത സെറ്റിൽ ചെന്ന് അവിടെ കാണും. ഇപ്പം എന്നാ അതിപ്പോൾ അവിടെ നിന്നും പോകുന്നു ഇവിടെയാന്ന് പറയും. ഇവിടുത്തെ സഭയെ നോക്കുമ്പോൾ 20 കൊല്ലമായിട്ട് എനിക്ക് മാത്രമല്ല എൻ്റെ പിള്ളേർക്ക് ഈ വയല് അനുഗ്രഹമാണ്. അവരും ഇതിനകത്താണ് വളർന്നത്, അവരും ഫലം കായ്ച്ച് ഇതിനകത്താണ്. ഈ സഭയുടെ സ്വഭാവം ഞങ്ങളോട് കാണിച്ചു എന്ന് പറയാൻ എത്ര ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്. വേദപുസ്തകത്തിൽ സഭയുടെ സ്വഭാവം, സമാധാനക്കേട് വന്നപ്പോൾ സമാധാനം തന്നു, ഒറ്റപ്പെട്ടെന്ന് തോന്നപ്പോൾ കൂട്ടായ്മയുടെ വലങ്കരം തന്നു, ഞെരുങ്ങിപ്പോയപ്പോൾ ഞങ്ങളെ കാണാൻ വന്നു, ഞങ്ങൾ കണ്ണുനീരോടെ വന്നപ്പോൾ ഹൃദയം അറിയുന്ന ആത്മാവ് ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ വേദനപ്പെട്ടപ്പോൾ ആരോ വന്ന് താങ്ങുന്നത് പോലെ സാന്ത്വനം തന്നു, തണുപ്പ് തന്നു. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഉത്തരം കിട്ടി, മറ്റുള്ളവരുടെ നടുവിൽ ഉയർത്തി. അങ്ങനെ എന്നോട് എന്റെ സഭയുടെ സ്വഭാവം കാണിച്ചു എന്ന് പറയുന്ന ദൈവമക്കൾ എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതുപോലെ ദൈവത്തോട് നന്ദി പറ. പ്രൈസ് ദി ലോർഡ്. 25 സഭയെ പോയിട്ടും സഭയുടെ സ്വഭാവം പിടികിട്ടാത്തവര് തിരുവനന്തപുരം പട്ടണത്തിലുള്ളപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവര്. ആത്മാവിൽ വിശ്വസ്തയോടെ പറ, ഈ സഭയെന്ന് ഞാൻ ഇളകാത്തത്, ഇവിടെ നിന്ന് ഞാൻ മാറാത്തത്, അങ്ങനെ ചിന്തിക്കേണ്ടി വരാതിരുന്നത് സഭ ഞങ്ങളോട് സഭയുടെ സ്വഭാവം കാണിച്ചു. Glory to Jesus. ഹല്ലേലൂയ. സ്തോത്രം. എക്സ്റ്റേണലും ഇന്റേണലും ഉണ്ട്.
ഞാൻ തിയോളജി ആയിട്ടല്ല പറയുന്നത്. എൻ്റെ കൊച്ചു സ്തോത്രം പരിശുദ്ധാത്മാവിൽ വ്യാഖ്യാനങ്ങളാണ്. പുറത്തുള്ളവരോട് കാണിക്കുന്ന സ്വഭാവമുണ്ട്, ഇതിനകത്ത് നടുതലയോട് കാണിക്കുന്ന സ്വഭാവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് പൊതുവിൽ സഭയുടെ സ്വഭാവം. സാധാരണ നമ്മുടെ നാട്ടിൽ പൊതുവിൽ കണ്ടിരിക്കുന്നത് സ്തോത്രം ഈ പയറൊക്കെ പോലെ എല്ലാം ലുലുമാളിൽ പോയി മേടിക്കുന്നവരോട് പറഞ്ഞ മനസ്സിലാവൂ. പയർ പന്തലേക്കാർ വളരെ മേലെ കണ്ടല്ലേ, ആ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ തളിർത്ത് കിളിർത്ത് പന്തലിൽ കയറി അത് നല്ല സ്തോത്രം 2.5 അടി നീളത്തിൽ പയർ നീണ്ടു കിടക്കും. അമ്മാമ്മ ഇത് 2-3 പ്രാവശ്യം പറിച്ച് കഴിയും. പയർ ഒരു ട്രിപ്പ് പറിച്ചു, 2 ട്രിപ്പ് പറിച്ചു, 3 പറിച്ച് കഴിയുമ്പോൾ പയറിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങും. പിന്നെ പറയും നാളെ മുറവും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. സ്തോത്രം. പിന്നെ അത് പഴുക്കാൻ തുടങ്ങി, ഉണങ്ങാൻ തുടങ്ങി. കേരളത്തിൽ ഒട്ടുമിക്ക, ഞാൻ സഭയെ കുറ്റം പറയാൻ വേണ്ടി വൈകുന്നേരം വന്നതല്ല, പക്ഷേ ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന ഉദ്ദേശം കൊണ്ട് പറയുക. കേരളത്തിൽ പലയിടത്തും നടന്നത് ഇങ്ങനെയാണ്. 1 വട്ടം 2 വട്ടം കഴിഞ്ഞ് ഒരു 3 ആദ്യം ഒരു 10-25 പേര് സ്നാനപ്പെട്ടു, അത് കഴിഞ്ഞ് 4-5 പേരോടെ സ്നാനപ്പെട്ടു, പിന്നെ ഇതിനകത്ത് ജനിച്ചു വളർന്ന 2-3 പേരോടെ സ്നാനപ്പെട്ടു, പിന്നെ അങ്ങ് പഴുക്കാൻ തുടങ്ങി. സ്തോത്രം. പിന്നെ ഇല വാടാൻ തുടങ്ങി. അങ്ങനെയല്ലേ? തോസടിച്ചാലും മനസ്സിലായി. ആരെങ്കിലും ഒരാൾക്ക് പിടി കിട്ടിയാൽ മതി. സ്തോത്രം. ആ സ്വഭാവം സഭയ്ക്ക് ഉണ്ടാവരുത്. എന്നും ഇത് കാഴ്ചോണ്ടിരിക്കണം. സ്തോത്രം. ഇതിനകത്ത് ആദ്യം ഒരു പിടി പയറ കിട്ടിയോളെങ്കിൽ അടുത്ത പറച്ചിലിന് 2 കൈ കൊണ്ട് കൂട്ടി പിടിച്ചാത്ത വണ്ണം കിട്ടണം. അതോടെ കഴിയുമ്പോൾ 4 പേരിറങ്ങി പറിച്ചാൽ തീരാതെ വണ്ണം കിട്ടണം. അങ്ങനെയല്ലേ 6:1 എഴുതിയത്? 5 അധ്യായങ്ങൾ പിന്നിട്ടപ്പോൾ സഭയുടെ സ്വഭാവം വെളിപ്പെടാൻ തുടങ്ങി. എന്താണ്? സ്തോത്രം. എണ്ണത്തിൽ പെരുകി തുടങ്ങി. ഹല്ലേലൂയ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നോക്കി നമുക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് അറിയാവുന്ന 7-ാം വാക്യം ദൈവോധനം പരന്നു. എല്ലായിടത്തും അതാ എഴുതിയിരിക്കുന്ന. രാവിലെ മുതൽ ദൈവോധനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. സ്തോത്രം. ഈ പെരുകിയപ്പോഴേക്കും, സഭയിൽ എണ്ണം പെരുകിയപ്പോഴേക്കും, അന്നേരം നമ്മൾ അഹങ്കരിക്കാതെ വിനയത്തോടെ താഴ്മയോടെ നിന്നാൽ സഭയുടെ അടുത്ത സ്വഭാവം കാണിക്കും. അടുത്ത സ്വഭാവം എന്താ? യഹൂദന്മാരുടെ നേതാക്കന്മാരെ പിടിച്ച് സഭ വിഴുങ്ങിക്കളഞ്ഞു. സഭ അവരെ, പുരോഹിതന്മാരെ സഭയ്ക്കകത്തേക്ക് ദൈവമായ കർത്താവ് കൊണ്ടുവന്നു. രാവിലെ പറഞ്ഞു 19-ാം അധ്യായത്തിലെത്തിയപ്പോ എന്താ? മന്ത്രവാദികളെ സഭയ്ക്കകത്ത് കയറ്റി. അപ്പൊ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി മാത്രം ഇരുന്നുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കർത്തൃദാസന്മാർ, എൻ്റെ പ്രസംഗം അല്ലത്, ഞാനത് ഇവിടെ വ്യാഖ്യാനമായി വന്നപ്പോൾ എനിക്ക് തരുന്ന പ്രകാശനം അങ്ങ് പറയുക. പക്ഷെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ സഭയുടെ സ്വഭാവം 1-ാമത്തെ ഭാഗം മുതൽ വായിച്ചു വരണം. ഇപ്പൊ തന്നെ ഞാനൊരു ചെറിയ ഐഡിയ തന്നില്ലേ? സ്വത്ര 120 പേർ ഇരുന്ന് ചെറിയൊരു സംഖ്യ കൂടി വന്നിരുന്നതാണ്. അവിടെ നിന്ന് തുടങ്ങി 6-ാം അധ്യായത്തിൽ ഇപ്പൊ പെരുകി. സ്വത്ര. ഹല്ലേലൂയ. 6-ന്റെ അടുത്ത വാചകത്തിലേക്ക് എത്തിയപ്പോൾ ആചാര്യന്മാരെ പലരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. 19-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. മന്ത്രവാദികളെ കൊണ്ടുവന്നു. 19-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ, അല്ല 18-ലും 17-ലൊക്കെ എത്തിയപ്പോൾ, ഏതൻസിലൊക്കെ ചെന്നപ്പോൾ നിരീശ്വരവാദികളുമായിരുന്ന അല്ലെങ്കിൽ തത്വജ്ഞാനികളായിരുന്ന പലരെയും സ്തോത്രം പട്ടണ മേനവന്മാരെ വരെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. അപ്പൊ സഭയുടെ സ്വഭാവം ഏത് ടൈപ്പിനെ രൂപാന്തരപ്പെടുത്തും? ദൈവം ഇല്ലെന്ന് പറഞ്ഞവനെയും, സ്തോത്രം, ഈ മാർഗമല്ല ശരിയെന്ന് പറഞ്ഞവനെയും, പാരമ്പര്യവാദികളെയും, ആഭിചാരകനെയും, ക്ഷുദ്രം ചെയ്തവനെയും, സ്തോത്രം, അതുകൊണ്ട് നടന്നവനെയും, എല്ലാറ്റിനെയും കയറി പിടിക്കാൻ കരുത്തുള്ളതാണ് കർത്താവിന്റെ സഭ. അതാണ് സഭയുടെ സ്വഭാവം. അതിന്ന് രാത്രികാലം മടങ്ങി വന്ന് സഭ ഒരു സിംഹത്തെ പോലെ എന്റെ യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന് നടുവിൽ ഈ പട്ടണത്തിൽ സഭയുടെ പ്രതാപം വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് ഈ രാത്രി പറഞ്ഞതാണ് സഭയുടെ സ്വഭാവം. പക്ഷെ ഇവിടുത്തെ വിഷയം പറയാൻ പോവാണ്. ആ കാലത്ത് എന്താ സംഭവിച്ചത്? സഭ പെരുകി തുടങ്ങിയപ്പോൾ സഭയ്ക്കകത്തൊരു കോൺട്രഡിക്ഷൻ, ഒരു വിഷയം ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തിയിൽ 3 പ്രധാനപ്പെട്ട കോൺട്രഡിക്ഷനാണ്, 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉണ്ടായത്. സ്തോത്രം. ഈ മുന്നേറ്റത്തിനിടയിൽ അതിലൊന്നിവിടെയാണ്. അത് ചെറിയ കാര്യമാണ്. യവനായരുടെ വിധവമാരും എബ്രായരുടെ അല്ലെങ്കിൽ യഹൂദ ഭാഷയിൽ സംസാരിക്കുന്ന യഹൂദന്മാരിൽ നിന്നുള്ളവരും അവർ തമ്മിലുള്ളവരുടെ കരുതലിനെ സംബന്ധിച്ച് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. സ്തോത്രം. തങ്ങളുടെ വിധവമാരെ ദിനംപ്രതി ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്ന് യവന ഭാഷക്കാർ, എബ്രായ ഭാഷക്കാരുടെ നേരെ. അപ്പൊ അതിനകത്തൊരു ജാതീയ
സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഒരു വിവേചനം ഉണ്ടായി. ജാതികളിൽ നിന്ന് വന്നവരാണ് യവനായ ഭാഷ, എബ്രായർ യഹൂദന്മാരി വന്നവർ. ഇവർ തമ്മിൽ ഇതിനകത്ത് ചില പ്രശ്നം ഉണ്ടായി. കരുതൽ രണ്ട് കൂട്ടർക്കും മുഖപക്ഷം കാണിക്കുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ ആ വിഷയം, ഞാനത് വിഷയം പറയാനല്ല ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തത് 15-ാം അധ്യായത്തിനകത്താണ്. അതൊരു കൾച്ചറൽ, അതെ സ്തോത്രം, കോൺട്രഡിക്ഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, അത് യഹൂദന്മാരും യവനന്മാരും തമ്മിലുള്ളതാണ്. പൗലോസ് പോയി അസാധാരണമായിരിക്കുന്ന ശുശ്രൂഷകൾ നിർവഹിച്ച് ജാതികളുടെ ഇടയിൽ യേശുവിനെ പ്രസംഗിച്ച് യേശു ദൈവമാണെന്ന് തെളിയിച്ച് സഭകൾ സ്ഥാപിച്ചു പോരവേ, ആ സഭയുടെ ശുശ്രൂഷകന്മാർ സ്തോത്രം അറിയാതെ യെരുശലേമിൽ നിന്ന് ചില സഹോദരന്മാർ വന്നു, യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ. അവർ വന്ന് സഭ വിസിറ്റ് ചെയ്തപ്പോൾ പുൽപ്പിറ്റിൽ നിന്ന് അവർ പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ ജാതികളിൽ നിന്ന് വന്നവരാണ്, സംഗതിയൊക്കെ ശരിയാണ്, പൗലോസോട് വന്ന് പഠിപ്പിച്ചതൊക്കെ ശരിയാണ്, പക്ഷേ അതിനേക്കാൾ മുമ്പ് പഠിപ്പിച്ചു മോശ പറഞ്ഞ പരിച്ഛേദനയൊക്കെ അതോടെ ആചരിച്ചെങ്കിലേ സ്തോത്രം ഈ രക്ഷ പൂർണ്ണമാകുള്ളൂ എന്ന് പറഞ്ഞു. അത് പൗലോസിനെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ യെരുശലേമിലേക്ക് അവർ പോകാൻ തീരുമാനിച്ചു. അവിടെ വെച്ച് വലിയ ചർച്ചയും കാര്യങ്ങൾ നടന്നു. നിങ്ങൾക്കറിയാവുന്ന ഭാഗമായിരിക്കാതെ. അത് രണ്ടാമത്തെ പ്രശ്നം. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് അതിനകത്ത് ഇടപെട്ട് അതൊരു പ്രമാദമായ വിഷയമാക്കാതെ അത് ദൈവദാസന്മാർ ഒരുമിച്ച് കൂടിയ ആ വലിയ സ്തോത്രം സമ്മേളനത്തിനകത്ത് ആ പ്രശ്നത്തിന് പരിഹാരം ദൈവമായ കർത്താവ് ഉണ്ടാക്കി. എന്നാൽ മൂന്നാമത്തെ കോൺട്രഡിക്ഷൻ അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് 15-ാം അധ്യായത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം മുതൽ വായിക്കേണ്ട 40-ാം വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ നല്ലൊരു ആശയമാണ്. വായിക്കേണ്ട ആൻറ്റി, വായിച്ച സമയത്ത് തീരത്തില്ല. 35-ാം വാക്യം വരെ ഉള്ളടക്കം ഞാൻ പറയാം. സ്തോത്രം, പൗലോസും ബർന്നബാസും കൂടി നല്ലൊരു ആശയം മുന്നോട്ട് വെച്ച ആശയം ഇതാണ്: നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന്. അപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് പിശാച് കൊണ്ടുവന്ന് ഈ സഭയെ രണ്ട് ചേരിയാക്കാൻ വേണ്ടി നോക്കിയതാണ് കൾച്ചറൽ കോൺട്രഡിക്ഷൻ ഇട്ടത്. അത് ദൈവദാസന്മാരെല്ലാവരും കൂടി ചേർന്ന് യാക്കോബിന്റെ നേതൃത്വത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു. സ്തോത്രം, അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. 28-ാമത്തെ വാക്യം തീരുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം, ആവശ്യം അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നു. ഒറ്റ വാക്കിനകത്ത് ജാതികളെ സ്വാതന്ത്ര്യപ്പിച്ചു പറഞ്ഞു. പരിശുദ്ധാത്മാവിന് തോന്നി വിഗ്രഹങ്ങളെ വിട്ട് പാരമ്പര്യങ്ങളെ വിട്ട് കർത്താവിന്റെ കൃപയിലേക്ക് വന്നവരെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് അധികം ഭാരം ചുമത്തരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഈ 19-ാം രാത്രി വേണമെങ്കിൽ ആ വാക്യമൊക്കെ അങ്ങ് സ്വന്തമാക്കിക്കോ. സ്തോത്രം, സ്വന്തമാക്കിക്കോ. ദൈവം ആർക്കെങ്കിലും നീ വിശ്വാസത്തിൽ വന്നതിൻ്റെ വെളിച്ചത്തിൽ നിന്നെ കഷ്ടപ്പെടുത്തണമെന്ന്, നിന്റെ കുഞ്ഞിനെ വെറുതെ പ്രയാസപ്പെടുത്തണമെന്ന്, നിന്നെ വെറുതെ ഒതുക്കണമെന്ന് പലയിടത്തും അങ്ങനെയുണ്ട്. സ്തോത്രം, പിശാചിന്റെ പ്രേരണ കൊണ്ടും ചിലരുടെ ഹൃദയത്തിനകത്തെ അസൂയ കൊണ്ടും വിശ്വാസത്തിലായിരിക്കുന്ന ആളുകളെ എത്രയോ സ്കൂൾ ടീച്ചേഴ്സ് എന്നോട് പറയുന്നുണ്ടെന്നറിയാമോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഒരുപാട് പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കാൻ പൗരുഷനിൽ ശുശ്രൂഷയ്ക്ക് പോയതിന് ശേഷം എനിക്ക് അവസരം കിട്ടി. അപ്പോൾ വളരെ വിചിത്രമായൊരു കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസികളായതുകൊണ്ട് ജോലി സ്ഥലത്തൊക്കെ വല്ലാത്ത വർക്കിലോട് കൊടുക്കുക, മറ്റു പല കാര്യങ്ങൾ ചെയ്യുക, വല്ലാത്ത ഭാരം ചുമത്താൻ ലോകം ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് തോന്നി നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് നിന്റെ മേൽ അധികം ഭാരം ചുമത്തരുതെന്ന് ദൈവാത്മാവിന് തോന്നിയാൽ ഇനി നിങ്ങൾ പറ, ആര് ജയിക്കും? ഹല്ലേലൂയ. നീ ആരെങ്കിലും കണ്ണുരുട്ടി കാണിക്കുമ്പോഴത്തേക്ക് ആയേരുത്. ഞായറാഴ്ചയും കൂടി സഭായം മുടക്കി ജോലിക്ക് പോകരുത്. കർത്താവിനെ വിട്ടിട്ട് കളിക്കാൻ നിൽക്കരുത്. അപ്പൊ പരിശുദ്ധാത്മാവിന് തോന്നും, എന്നോട് ഇത്ര സ്നേഹമുള്ള നിന്റെ മേൽ അധികം ഭാരം ചുമത്താൻ ഞാൻ സമ്മതിക്കില്ല. സ്തോത്രം, കമ്മിറ്റിക്ക് തോന്നിയെന്നല്ല, പരിശുദ്ധാത്മാവിന് തോന്നി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ കുഞ്ഞിന്റെ മേൽ അധികം ഭാരം ചുമത്തരുതെന്ന് ദൈവത്തിന്റെ ആത്മാവിന് തോന്നിയാൽ പിന്നെ അവിടെ ഇരുന്നോണ്ട് ആര് ചക്രം കറക്കിയാലും അത് ഏക്കത്തിലെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ.
ഈ 19-ാമത്തെ രാത്രി ആ വാക്യം അബദ്ധത്തിൽ എന്റെ വായിലോ കണ്ണിലോ പെട്ടതല്ല. നിങ്ങൾ ചിലരോട് പറയുന്നു, ഈ യോഗത്തിന്റെ 19-ാം രാത്രി ദൈവാത്മാവിന് തോന്നട്ടെ, ഈ പ്രായത്തിലും നീ കുടലുടങ്ങി വയറൊട്ടി ദൈവത്തിന്റെ മാറുപീഠത്തിൽ ഇങ്ങനെ ഒരു അവസരം സഭ ക്രമീകരിച്ചപ്പോൾ, സ്തോത്രം, ദൈവമാറുപീഠത്തിൽ VIP ചമഞ്ഞ് നടക്കാതെ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന് തോന്നട്ടെ, നിനക്കിനി ഒരു ഭാരം ആരും വരുത്തരുത്. യേശുവിന്റെ നാമത്തിൽ രോഗമാകട്ടെ ബ്രദറെ, ഹല്ലേലൂയ, കടഭാരമാകട്ടെ, നിന്റെ ബിസിനസ് ഡള്ളാണോ, നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ കുഞ്ഞുങ്ങൾ നിനക്കൊരു സങ്കടം ഉണ്ടാക്കുകയാണോ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആരോടും പറയാതെ കൊണ്ടു നടക്കുന്ന ആ ഭാരം യേശുവിന്റെ നാമത്തിൽ പ്രവചന ദൂത് പോലെ 15-ാമത്തെ അധ്യായത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നിന്റെ കയ്യിൽ തരികയാ. വിശ്വസിക്കാമെങ്കിൽ എനിക്കുള്ള ദൂതായി ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് ആത്മാവിൽ പറയാമെങ്കിൽ ഇന്ന് രാത്രിക്കാലം നീ പറഞ്ഞേറ്റെടുത്തു. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഇനി അധികം ഭാരം എന്റെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിന് തോന്നി. ആ ആത്മാവാണ് അഖിലാണ്ടത്തെ നിയന്ത്രിക്കുന്നത്, ഏത് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് എന്റെ മേലോ എന്റെ കുഞ്ഞിന്റെ മേലോ സർക്കാർ ഓഫീസുകളിൽ നിന്നോ ഒരു വക്കീൽ ഓഫീസിൽ നിന്നോ അധിക ഭാരം ഇനി വരില്ല. ഒരു ആശുപത്രിയിൽ നിന്നോ ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ വിദേശത്തായിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരുടെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നോ ഒരു വിസ ഓഫീസിൽ നിന്നോ വേണ്ടാത്ത ഭാരം നീചമായ ഹൃദയത്തോടെ പിശാചിന്റെ പ്രേരണയിൽ എന്റെ അടുത്ത് താമസിക്കുന്ന കക്ഷിയിൽ നിന്ന് ഇനി ഒരു അധിക ഭാരം എന്റെ മേൽ വരുത്താൻ കോടതി പറഞ്ഞെന്നല്ല, പിന്നെ ആരാ? സ്വത്ര എന്റെ ദൈവത്തിന്റെ ആത്മാവിന് തോന്നി. രക്തം ജയം ജുഡല ശമന രഗനദിയാര. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശരീരങ്ങൾ പോലും ഈ വചനം കൊണ്ട് സ്വതന്ത്രമാകട്ടെ. പരിശുദ്ധാത്മാവിന് തോന്നാൻ തുടങ്ങി. 19-ാം രാത്രി ആയപ്പോൾ ഇനി നിന്നെ കഷ്ടപ്പെടുത്തരുത്, ഇനി നിന്നെ കരയിപ്പിക്കരുത്, ഇനി നിന്നെ കാശ് മുടക്കാൻ സമ്മതിക്കരുത്, ഇനി നീ കടലാസും ഫയലുമായി ഓഫീസ് കയറി ഇറങ്ങി നടക്കാൻ ഇനി നിന്നെ സമ്മതിക്കത്തില്ലെന്ന് ദൈവാത്മാവിന് തോന്നിയാൽ ഈ പ്രാർത്ഥനയിൽ നീ രക്ഷപ്പെട്ടു. ആത്മാവ് ഈ രാത്രി അപ്രതീക്ഷിതമായി ഈ വാക്യത്തിലൂടെ ഏതൊക്കെയോ കുടുംബങ്ങളോട് അസാധാരണമായി ഇടപെടുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗ്ഗനാഥ ഇവിടെ വിളിച്ചു പറയുമ്പോൾ മറ്റൊരു പാളയത്തിലേക്ക് അത് വിട്ടുകൊടുക്കാതെ പരിശുദ്ധാത്മാവിൽ ഏറ്റെടുക്കാൻ തയ്യാറായ ദൈവത്തിന്റെ ആത്മാവിന് തോന്നി, നീ ഇനി രോഗിയല്ല, നീ ഇനി ട്രീറ്റ്മെന്റ് എടുക്കണ്ട, നീ ഇനി കരയണ്ട, നീ ഇനി പലിശ കൊടുക്കണ്ട. പണിയെടുക്കുന്നത് 30% പലിശ കൊടുത്ത് നീ നശിക്കണ്ട. ഇനി നിന്നെ അധികം ഊരിയെടുക്കണം എന്ന് ദൈവത്തിന് തോന്നിയാൽ, അല്ല ദൈവാത്മാവിന് തോന്നിയാൽ, പിന്നെ ആർക്ക് എതിർക്കാൻ പറ്റും? Glory to Jesus. പരിശുദ്ധാത്മാവിന് തോന്നി എന്ന് പറഞ്ഞ് അധ്യക്ഷൻ കൺക്ലൂഡ് ചെയ്തു. കൂടുതലിനി വാദമില്ല, പ്രതിവാദമില്ല, ന്യായമോ ന്യായീകരണമോ ഇല്ല. പരിശുദ്ധാത്മാവിന് തോന്നി. അവർ വിശ്വാസത്തിലേക്ക് വന്നു, ഒരു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. യഹൂദയിൽ നിന്ന് ചെന്ന് പറഞ്ഞവരെ പോലെ അധികം കാര്യങ്ങളൊന്നും ചുമത്തേണ്ട കാര്യമില്ല എന്ന് പരിശുദ്ധാത്മാവിന് തോന്നിയിരിക്കുന്നു. അത് തന്നെ ഞങ്ങളും പറയുന്നു എന്ന് പറഞ്ഞ് ആ വിഷയം അങ്ങ് പരിഹരിച്ചു. ചാപ്റ്റർ അടഞ്ഞു. പിന്നെ ഇന്ന് വരെയും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി മൂന്നാമത്തെ ഒരു വലിയ കോൺട്രഡിക്ഷൻ ഉണ്ടായി. അതുണ്ടാകാൻ പാടില്ലായിരുന്നു. നല്ല കാര്യമാണ് പൗലോസ് പറഞ്ഞത് 35-ാം വാക്യം മുതൽ. ബർന്നബാസിനോട് പറഞ്ഞു, നമ്മുടെ പട്ടണം തോറും ചെന്ന് നമ്മൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആളുകൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് നോക്കാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി സംബന്ധിച്ചു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസ് പാമ്പുള്ളിയിൽ നിന്നും തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി, വേർപിരിഞ്ഞു. ആ വേർപിരിഞ്ഞു എന്നുള്ള വാക്കിൻ്റെ അടിയിൽ സ്തോത്രം ഞാൻ വേദനയോടെയാണ് വരയിട്ടത്. കാരണം അവർ തമ്മിൽ വേർപിരിയരുതായിരുന്നു. സ്തോത്രം. ഒരുമിച്ച് എത്രയോ കാര്യങ്ങൾ ചെയ്തവരാണ്. വേർപിരിച്ചു. എന്നിട്ടെന്താ എഴുതിയിരിക്കുന്നേ? സ്തോത്രം. അടുത്തത് ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസിലേക്ക് പോയി.
പൗലോസോ ശീലാസിനെ തെരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ ഫലമേൽപ്പിക്കപ്പെട്ട് യാത്ര പുറപ്പെട്ട് സുറിയ കൃപ എന്ന് പറഞ്ഞ് ഓർപ്പിച്ചു. പക്ഷേ ഇനി നിങ്ങൾ വേദപുസ്തകം തപ്പി നോക്ക്. എനിക്കതിനകത്ത് നീതിയോ തെറ്റോ എന്നുള്ളതല്ല, പക്ഷെ ഞാൻ ബൈബിൾ ഈ ഭാഗം വായിച്ചു മനസ്സിലാക്കിയപ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ഒരു ഭാഗത്ത് പോലും ബർന്നബാസിനെ കാണുന്നില്ല. സ്തോത്രം. നമ്മൾ തപ്പി നോക്കിയോ ഇവിടെ ഇങ്ങനെ ചരിത്രം? അദ്ദേഹം മറ്റൊരു ടീമുണ്ടാക്കി ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതാണ്. പക്ഷേ ദൈവത്തിൻ്റെ രേഖകളിലെങ്ങും അദ്ദേഹം എങ്ങോട്ട് പോയി എന്തായെന്നറിയില്ല. എന്നെ അതിലും വിചിത്രമായി ഞെട്ടിപ്പിച്ചത്, കുറച്ച് കഴിഞ്ഞപ്പോൾ മർക്കോസും പൗലോസും ഒന്നായി. അതെനിക്കറിയില്ലേ ദേവസ്മാർക്ക്? ഒരിക്കൽ മർക്കോസ് സ്തോത്രം പൗലോസ് എഴുതി മർക്കോസിനെ കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. മർക്കോസിനെ കൂടി കൊണ്ടുവരും. അവരിപ്പോൾ ഒന്നായി. ബർന്നബാസ് ഔട്ടായി. അതെന്തെന്ന് കണ്ടില്ല. അറിയില്ലേ? സ്തോത്രം. മർക്കോസിനെ പൗലോസ് പിന്നീട് വിളിച്ചു വരുത്തി. അവരൊരുമിച്ച് കൂടി. പക്ഷെ ബർന്നബാസിനെ വിളിച്ചു വരുത്തിയെന്ന് എനിക്കറിയില്ല. പിന്നെ അവർ കൂടിക്കണ്ടോന്നറിയില്ല. ബർന്നബാസ് എന്തായെന്നറിയില്ല. ആ വേർപിരിച്ചൽ പിന്നെ ഒരു കൂടിച്ചേരലിന് മുഖാന്തരം ഉണ്ടായെന്നറിയില്ല. സ്തോത്രം. അത് പരിഹാരമില്ലാത്തൊരു വിഷയം പോലെ ആയിപ്പോയി. അത് അതിൻ്റെ വഴിക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. സ്തോത്രം. വളരെ പരിജ്ഞാനത്തോടെ വേണം ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഇടപെടാൻ. എനിക്ക് തോന്നുന്നു മറ്റതിനകത്തൊക്കെ ഇടപെടാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ആരും ഇടപെട്ട് കണ്ടില്ല. അവർ തമ്മിൽ വേർപിരിയല്ലേ എന്നാഗ്രഹിച്ച് ആരും അവരുടെ ഇടയിൽ കയറിയില്ല. ഇങ്ങനൊരു വിഷയം സഭയ്ക്കുണ്ടായപ്പോൾ പൗലോസ് ഓടി വരുന്നു, ബർന്നബാസ് വരുന്നു, യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ ഒന്നിച്ച് കൂടുന്നു, പ്രോഗ്രാം കട്ട് ചെയ്യുന്നു, ഒരു കമ്മിറ്റി കൂടുന്നു. അഥവാ സ്തോത്രം അവരൊരുമിച്ച് കൂടിയപ്പോഴത്തേക്ക് ആ പ്രശ്നം പരിഹാരം ഉണ്ടാക്കി. മറ്റേ 6-ാം അധ്യായത്തിനകത്ത് പെട്ടെന്ന് അങ്ങനെ വിഷയം ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാരൊക്കെ വരുന്നത് അവർ വരുന്നുണ്ട്. പക്ഷെ ഇവർ തമ്മിലുള്ള വിഷയത്തിനകത്ത് ഇടപെട്ടില്ല. ഞാനൊരു കാര്യം പറയാം. രണ്ടു പേർ തമ്മിൽ സ്തോത്രം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇടപെടാതെ അകന്നു നിന്ന് അഭിപ്രായം പറയുന്നത് അപകടമാണ്. സ്തോത്രം. അത് അകർച്ച കൂടും. പിന്നെ ഒരുപക്ഷെ കണ്ടെന്ന് വരികയില്ല. അവരവരുടെ വഴിക്ക് പോട്ടെ. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളത് നമ്മുടെ വിഷയം അതല്ല. അതിൽ പാസ്റ്റേഴ്സ് കോൺഫറൻസിനൊക്കെ പ്രസംഗിക്കാൻ പറ്റിയ വിഷയമാണ് ഈ 3 കോൺട്രഡിക്ഷൻസ്. സ്തോത്രം. സഭ പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യും, സഭ നേരിടുന്ന പ്രശ്നം. 6-ാം അധ്യായത്തിലേക്ക് തന്നെ തിരിച്ചു പോരുക. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സഭ അതിൻ്റെ സ്വഭാവം കാണിച്ച് അത് വളർന്നപ്പോൾ സഭയ്ക്കകത്ത് പിറുപിറുപ്പുണ്ടായി, പ്രശ്നമുണ്ടായി. പ്രശ്നമുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആവേശഭരിതമായി കൈയടിച്ചേറ്റെടുത്ത സ്തോത്രം ദൈവത്തിൽ സഭയിൽ വന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും നേരിടേണ്ടി വരില്ല എന്നുള്ള ആശയം മൗഢ്യമാണ്. ഒത്തിരി കാര്യങ്ങളെ ഫേസ് ചെയ്തേ പറ്റൂ. ഒരുപാട് വിഷയങ്ങളെ കൈകാര്യം ചെയ്തേ പറ്റൂ. വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാനല്ല നമ്മൾ ഈ കൃപയ്ക്കകത്ത് വന്നത്. അങ്ങനെയാണോ? സ്തോത്രം. അങ്ങനെയാണോ? ഇന്ന് 2 പേരെ സാക്ഷ്യം പറയാൻ വേണ്ടി വിളിക്കാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ച ഒരാൾ വന്നിട്ട് ആദ്യം സാക്ഷ്യം പറയുകയാണ്, ഞാൻ 24 കൊല്ലമായി വിശ്വാസത്തിൽ വന്നിട്ട്, വിശ്വാസത്തിൽ വന്നതിന് ശേഷം യാതൊരു പ്രശ്നങ്ങളും ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല, നേരിട്ടിട്ടില്ല. ഞങ്ങളെ ദൈവം ഉള്ളം കയ്യിലാണ് കൊണ്ട് നടന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ പേര് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യും. അത് കഴിയുമ്പോൾ വേച്ചും മറിച്ചൊരു മനുഷ്യൻ കയറി വരിക. അയാൾ പറയുക, ദൈവമക്കളെ 24 വർഷമായി ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ കണ്ടു. കൊടുങ്കാറ്റ് പോലത്തെ പ്രതിസന്ധികൾ വന്നു. രാത്രി ഞങ്ങൾക്ക് ഊമസ്തോത്ര ഫോണുകൾ വന്നു. ഇന്ന് രാത്രി നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു, നിന്നെ ദേശത്ത് നിർത്തത്തില്ലെന്ന് പറഞ്ഞു, ഇനി പട്ടണത്തിൽ കണ്ട കാല് വെട്ടുമെന്ന് പറഞ്ഞു, ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കി. പക്ഷെ ഇന്ന് രാത്രി വരെയും ദൈവം ഞങ്ങളെ നിർത്തി എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ നിങ്ങളുടെ സഭയിൽ ഏത് സാക്ഷ്യത്തിനായിരിക്കും സ്തോത്രം കൂടുതൽ? അത് സംശയപ്പോ സ്തോത്രം. മനസ്സിലായോ? പ്രശ്നമൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് സ്തോത്രം പറയിപ്പിക്കുന്നതിനേക്കാൾ വിശ്വാസികൾക്കറിയാം ഇതിനകത്ത് പ്രതിസന്ധി ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നാൽ തീച്ചൂളയ്ക്കുള്ളിൽ നിന്നും സ്വർഗം പുറത്തെടുക്കും, സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കും, കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിൽ നിന്ന് ഊരിയെടുക്കും. അണലിയായോ സർപ്പത്തെയോ ചവിട്ടിയാലും അവൻ വാവൊളിക്കുന്നതിനേക്കാൾ മുമ്പ് സ്വർഗം ഇടപെട്ട് അവന്റെ കടിയേക്കാൾ അതിനെ പുറത്തെടുക്കും. ഹല്ലേലൂയ. അത് ചെയ്യുന്നൊരു ദൈവം ഇതിനകത്തുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഇതിനകത്ത് വന്നവർ പ്രശ്നം കാണാത്തവരാ.
സ്തോത്രം തരണം ചെയ്യുന്നവരാണ്. പ്രശ്നത്തെ പരിഹരിക്കാൻ കരുത്തരാണ്. സ്തോത്രം. പ്രശ്നം, രണ്ട് കൂട്ടം ആളുകളാണ് ലോകത്തിലുള്ളത്. ഒന്ന് പ്രോബ്ലം മേക്കേഴ്സ്. സഭയ്ക്കകത്തുമുണ്ട്, ലോകത്തിലുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ വീട്ടിലും കാണും. നിങ്ങൾ വേണമെങ്കിൽ വാക്യമൊക്കെ വെച്ച് മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്തു. രണ്ട് തരം ആളുകൾ. പ്രോബ്ലം, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് പ്രോബ്ലം മേക്കേഴ്സ്. ഒരു ന്യൂനപക്ഷം എല്ലായിടത്തും ഉണ്ട്, പ്രോബ്ലം സോൾവേഴ്സ്. ഒരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാൽ അത് എരുതിയിൽ എണ്ണ ഒഴിക്കാതെ പരിഹരിക്കുന്നവർ. എൻ്റെ യേശു പരിഹരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് എബ്രായ ലേഖനം 1:3 എൻ്റെ ഓർമ്മ. വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ലോകത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമായിരുന്നു. അത് പരിഹരിക്കാൻ ഇവിടുത്തെ ഒരു കർമ്മങ്ങൾക്കും മതങ്ങൾക്കും മനുഷ്യർക്കും കഴിഞ്ഞില്ല. സ്തോത്രം. എബ്രായ ലേഖനം 1:3 എഴുതിയിരിക്കുന്നവൻ തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ആ വാക്ക് കേട്ടോ, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവൻ. ഉയരത്തിൽ പാപം പ്രൊമോട്ട് ചെയ്തവനല്ല, പാപം ഉണ്ടെന്ന് പറഞ്ഞവനല്ല, പാപം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം വരുത്തിയവൻ. ഇനി ആ ഒരൊറ്റ വാക്കെടുത്ത് യേശുവിനെ നിങ്ങൾ പഠിച്ചു നോക്ക്. യേശു ക്രിസ്തു ഒരു പരിഹാരകനായിരുന്നു. ഒരു കുടുംബത്തിൽ വിഷയമുണ്ടെങ്കിൽ, കുടുംബത്തിൽ നാണക്കേടുണ്ടാകുന്ന പരിവസത്തിൽ വകുപ്പുണ്ടെങ്കിൽ, ഒരു അമ്മയ്ക്ക് ദുഃഖമുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ഒരുത്തന്റെ ശരീരത്തിന് കേടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഏതെങ്കിലും ഒരുത്തൻ കറങ്ങിത്തിരിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ വഴിതെറ്റി നടന്നാൽ, അതിനകത്തെല്ലാം ഇടപെട്ട് ഇത് ചീഞ്ഞ് നാറി വാട്സാപ്പിലിട്ട് നാറ്റിക്കുന്നവരല്ലായിരുന്നു യേശു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിന്നെ യേശു എന്താ ചെയ്തത്? ഇതെല്ലാം പരിഹരിക്കുന്നവനായിരുന്നു, പരിഹാരകൻ. രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് വിവേചിച്ചു. സത്യസന്ധമായി ദൈവാത്മാവിന്റെ മുമ്പിൽ, ഈ വാക്യത്തിന്റെ മുമ്പിൽ ഞാൻ ആരാണ്? ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ കൈയൊന്നും പൊക്കണ്ട, മനസ്സോടെ ദൈവത്തിന് നന്ദിയോടെ, കർത്താവേ ഒത്തിരി ഒന്നും പറ്റിയില്ലെങ്കിലും അവർ തമ്മിൽ തല്ലി പിരിയേണ്ടതായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഇന്ന് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞേരെ. നമ്മൾ സമ്മതിക്കത്തില്ലെങ്കിലും ഒരു നാളിൽ അവിടെ ചെല്ലുമ്പോൾ സമ്മതിക്കേണ്ടി വരും. ഞാൻ നിമിത്തം, സ്തോത്രം, ഇളകിപ്പോയ, കരഞ്ഞുപോയ, ഭിന്നിപ്പിച്ചു പോയ, സ്തോത്രം, കുടുംബങ്ങളോ വ്യക്തികളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ വ്യാപരിക്കുന്ന ആത്മാവ് പ്രശ്നം ഉണ്ടാക്കുന്ന ആത്മാവല്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ആവേശം കയറി ശമരിയിലൂടെ കർത്താവിന് സ്തോത്രം യഹൂദയിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, അന്ന് ഇതുപോലെ ലോഡ്ജും ഹോട്ടലും ഒന്നും ഇല്ലാത്ത കാലം, ഒറ്റ ദിവസം കൊണ്ട് ഗലീലയിൽ നിന്ന് സ്തോത്രം യഹൂദിയിലേക്ക് എത്തത്തില്ല. ശമരിയിൽ കൂടെ ആൾക്കാർ പോകാറില്ല. സ്തോത്രം. പക്ഷെ അതിൽ കൂടെ കർത്താവ് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കർത്താവ് നേരത്തെ പറഞ്ഞയച്ചു, ചിലപ്പോൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ രാത്രി തങ്ങാനൊരു സ്ഥലം കിട്ടിയെങ്കിൽ അന്നത്തെ രീതി ഇതാണ്, പല വീടുകളിലും സ്തോത്രം ആ യാത്രക്കാർക്ക് തങ്ങാൻ വേണ്ടിയിട്ടുള്ള സത്രങ്ങളും ക്രമീകരണങ്ങളും എല്ലാ നാട്ടിലും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവും 12 ശിഷ്യന്മാരും കൂടി പോകുമ്പോൾ 10-13 പേര് വരികയാണ്. ഒരാളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത്രയും പേര് വരുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കാത്തതിൻ്റെ പേരിൽ ശിഷ്യന്മാരെ നേരത്തെ പറഞ്ഞയച്ചു. ഇത് പറഞ്ഞു, ഞങ്ങളുടെ ഗുരുവും കുറച്ച് ആളുകളും കൂടി യഹൂദയിലേക്ക് പോകുന്നു. ഒറ്റ ദിവസം കൊണ്ട് പോലെ അവിടെ നിന്ന് ഗലീലയിൽ നടന്ന് ഇവിടെ വരുമ്പോൾ സന്ധ്യയാകും. ഇന്ന് രാത്രി ഇവിടെ തങ്ങാൻ ശബരിയിൽ ഏതെങ്കിലും സ്ഥലത്ത് ക്രമീകരണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. ശമയക്കാരെ ചോദിച്ചു, ഐഡന്റിറ്റി കാർഡ് കാണിക്കാൻ പറഞ്ഞു. സ്തോത്രം. അന്നതില്ല, പക്ഷെ കാണിക്കുമ്പോൾ യഹൂദനാണ്. യഹൂദന്മാർക്ക് അതിന് കൊടുക്കുകയില്ല. ഇവർ കുറേ വീടുകളിൽ കയറി ഇറങ്ങി, അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങളിൽ ചെയ്ത് അവർ പറഞ്ഞു നടക്കുകയില്ല, എവിടെയെങ്കിലും തങ്ങാൻ പറ്റിയല്ല. അവർ മടുത്ത് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, അങ്ങാണെന്ന് കേട്ടതോടുകൂടി ആരും അടുപ്പിക്കുകയില്ല. അപ്പോൾ സ്തോത്രം, യോഹന്നാനാന്ന് തോന്നുന്നു, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇവന്മാരൊക്കെ പാഠം പഠിക്കണമെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ശരിയാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഏലിയാവ് തീ ഇറക്കിയതുപോലെ അങ്ങനെ ഒരു സ്തോത്രം ഹോട്ടൽ അങ്ങ് കത്തിക്കണം. ഹോട്ടലില്ല, ഒരെണ്ണം കത്തിക്കണം. അപ്പൊ തന്നെത്താനെ പാഠം പഠിക്കും. അപ്പൊ യേശു എന്നെ പറഞ്ഞേ, നിങ്ങളുടെ ഏത് ആത്മാവിന് അധീനം? കാരണം നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്ന ആത്മാവും കൊണ്ടല്ലല്ലോ നടക്കുന്നേ. സ്തോത്രം. അപ്പൊ നിങ്ങൾ വിവേചിച്ചോളണം. ഈ 19ാമത്തെ രാത്രി 2 കാര്യം നടക്കുന്നുണ്ട്. ഒന്ന്, ചിലത് ഭരമേൽപ്പിക്കുന്നുണ്ട്. 2, ചിലര് ഭരമേൽപ്പിച്ചതെന്ന് രാത്രി യേശു എടുത്തു കളയുന്നുണ്ട്. 2 നടക്കട്ടെ. സ്തോത്രം. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ്,
നീ പറഞ്ഞ ശരിയാണ്, തീ ഇറക്കാൻ എളുപ്പമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ അത് പരിഹരിക്കാൻ, ഇത് കെടുത്താൻ, ആ മുറിവുണക്കാൻ പാടാണ്. സ്തോത്രം. പ്രശ്നം പരിഹരിക്കുക. ആ കാലത്തെ പ്രത്യേകത പറയും 6-ാം അധ്യായത്തിൽ, വിഷയം വിടുകയല്ല, ആ കാലത്തെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പോസ്തലന്മാരുടെ ചെവിയിലെത്തി. അവരത് കൈകാര്യം ചെയ്ത രീതി നമ്മളെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. അവർ പറഞ്ഞ എന്താ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും പരിചിതമാണ്. അതിനർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം എന്താ വിചാരിച്ചിരിക്കും? ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്തോത്രം കേസ് കെട്ടിനകത്തൊന്നും ഇടപെടാൻ നേരമല്ല, നിങ്ങളുടെ മര്യാദയ്ക്ക് ജീവിച്ചോളണം, അത് നിങ്ങളൊക്കെ പരിഹരിച്ചു. ആ സ്റ്റൈലല്ല അവിടെ ഉപയോഗിച്ചത്. അവരതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ്. സ്തോത്രം. ഞങ്ങൾക്ക് പ്രയോറിറ്റി ദൈവവചനവും പ്രാർത്ഥനയുമാണ്. പക്ഷേ അവരൊരു പരിഹാരം കണ്ടെത്തുകയാണ്. എന്താ ഒരു പരിഹാരം എന്നറിയാമോ? ആത്മാവും ജ്ഞാനവുമുള്ള നിങ്ങളുടെ ഇടയിൽ തന്നെ. അങ്ങനെ വാക്ക് അവിടെ ഉണ്ടോ നോക്കിയാൽ, നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞു. നിങ്ങളിൽ തന്നെ, 3-ാമത്തെ വാക്യമാണ്, നിങ്ങൾ തന്നെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടോ. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ വഴിക്ക് ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. ഓക്കെ, അവര് പറഞ്ഞു ഇതിനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? സ്തോത്രം. ഇതിനിടയിൽ ഞങ്ങൾ വരണം എന്നില്ല, നിങ്ങളുടെ ഇടയിൽ തന്നെ ആത്മാവും ജ്ഞാനവുമുള്ള നല്ല സാക്ഷ്യമുള്ള ചിലരെ നിങ്ങളുടെ ഇടയിൽ തന്നെ തെരഞ്ഞെടുക്കുക. സ്തോത്ര, ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ അത് ആ വാക്ക് അവസാനിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരെ ഈ വേലയ്ക്കാക്കാം എന്നാണ് അവിടെ നമ്മുടെ ഭാഷയിൽ വന്നത്. ഇംഗ്ലീഷിൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഇന്ന് ഒരുപാട് വേർഷൻ, മലയാളത്തിൽ തന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന ബൈബിൾ എല്ലാം ഒന്നും എടുക്കണ്ട. പക്ഷേ സ്തോത്രം, പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ബൈബിൾ തന്നെ അധികമെന്നറിയാം, കാരണം ഇത് എപ്പോൾ വായിക്കാൻ നേരം കിട്ടിയിട്ടാണ്. പിന്നെ 5-6 മേടിച്ചു വെച്ചിട്ട് കഥ. എങ്കിലും ഇതിനകത്ത് ഈ വചനത്തിൽ വലിയ ആവേശമുള്ള ആളുകളുണ്ടെങ്കിൽ, ഇപ്പം കാത്തലിക്സിൻ്റെ ബൈബിളാണെങ്കിൽ പോലും ചിലപ്പോൾ അസാധാരണ ആശ, ചിലപ്പോൾ ഒരു വാക്യം വായിക്കുമ്പോൾ ഐഡിയ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇംഗ്ലീഷിലൊക്കെ പല വേർഷനുണ്ട്. സ്തോത്രം. പറ്റുമെങ്കിൽ ആ ഭാഷയെ കാര്യങ്ങൾ വായിക്കണം. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് കേട്ടോ, അവരെ ആ വേലയ്ക്കാക്കാന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ സ്തോത്രം, അവർ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്, ദേ വിൽ ഹാൻഡിൽ ഇറ്റ്. ഇംഗ്ലീഷ് അറിയാവുന്നവരാണല്ലോ, സമുന്നതരായിരിക്കുന്ന ജോലിയിലേക്ക് ഇരുന്നവരാണല്ലോ. ഞാൻ ഇംഗ്ലീഷൊക്കെ ഇമ്പോസിഷൻ എഴുതി പഠിച്ച് അവിടെ കൊണ്ടെന്ന് പറയുന്നത്. എന്നാൽ ഈ കാര്യം പറയാൻ വേറൊരു വാക്ക് ഇല്ലാത്ത കൊണ്ടാണ്. സ്തോത്രം. കൊണ്ട് ആധുനിക വിവർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോസ്തലന്മാർ പറഞ്ഞു, സ്തോത്രം. മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ വായിച്ച ഒരു സ്തോത്രം, ഒരു വേർഷൻ എനിക്ക് വേറൊരാൾ സംസാരിച്ചപ്പോൾ എടുത്തു തന്നതാണ്. അദ്ദേഹം ആ വാക്യത്തെ, ഞാൻ ഈ ഭാഗം വേറെ രീതി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയിട്ട് അദ്ദേഹം എനിക്ക് എടുത്തു തന്ന ഒരു ടെർമിനോളജി, ഒരു സെന്റൻസ് ആണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ദേ വിൽ ഹാൻഡിൽ ഇറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവരിത് കൈകാര്യം ചെയ്തു. അവരിത്. ഇപ്പൊ ഇന്ന് ഞാൻ രാത്രി ഒരു കാര്യം പറയാം. ആ കാലത്തിന്റെ പ്രത്യേകത പ്രശ്നം ഉണ്ടാകാത്തത് കൊണ്ടല്ല, പക്ഷെ ആ കാലത്തിന്റെ പ്രത്യേകത ഒരു പ്രശ്നമുണ്ടായാൽ അത് കൈകാര്യം ചെയ്യാൻ കരുത്തുള്ളവർ അവരുടെ ഇടയിലുണ്ടായി. ഇന്നത്തെ പ്രശ്നം ഉണ്ടാക്കാൻ ഒത്തിരി മിടുക്കന്മാരുണ്ട്, കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒറ്റെണ്ണവും ഇല്ല. സ്തോത്രം. പിണങ്ങി ദേഷ്യം പിടിച്ച് എഴുന്നേറ്റ് പോകരുത്. സ്തോത്രം. ഒരു 8:25 വരെയെങ്കിലും പിടിച്ചിരിക്കണം. പ്രാർത്ഥിക്കണം കർത്താവിനോട്, ദൈവമേ. അവരുടെ, എൻ്റെ മനസ്സിൽ ചിന്തിച്ചെന്നറിയാമോ, ഈ 12 അപ്പോസ്തലന്മാരുടെ കോൺഫിഡൻസ്, അവരുടെ മനോധൈര്യം എന്ത് ഈസി ആയിട്ടാ കൈകാര്യം ചെയ്ത്. അവനെ 5 കമ്മിറ്റി വിളിച്ചില്ല, പ്രശ്നം ഉണ്ടാക്കിയില്ല. സ്തോത്രം. വീടുകൾ കയറിയില്ല, കോർണർ മീറ്റിംഗ് നടത്തിയിട്ട് വളരെ ലാഘവത്തോടെ അവര് പറഞ്ഞ പരിശുദ്ധാത്മാവ് അകത്ത് വ്യാപരിക്കുന്ന നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിന്റെ കൃപയായിരിക്കുന്ന ജ്ഞാനം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവർ നമ്മുടെ ഇടയിലുണ്ട്. ഇതിന് കൃപയുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചിലരെ നിങ്ങളുടെ ഇടയിലുണ്ട്. ആ നിങ്ങളുടെ ഇടയിൽ മറഞ്ഞു കിടക്കുന്നവരെ പൊക്കിക്കൊണ്ടുവാ. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, പരിഹരിക്കാൻ കഴിവുള്ള ചിലരെ ഈ രാത്രിയിലെ പ്രാർത്ഥനയിൽ സ്വർഗം പൊക്കിയെടുത്ത് മോളിൽ കൊണ്ടുവരട്ടെ. അവരെവിടെയോ മറഞ്ഞു കിടക്കുക, അവർ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കിടക്കുക, അവർ ഈ കമ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പുറകിൽ കിടക്കുക, വെറും ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കിടക്കുക. അവരെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്നാൽ 1000 വിഷയങ്ങൾ അകത്തും പുറത്തും പരിഹരിക്കാൻ കഴിവുള്ളവർ ഇതിനകത്തുണ്ടെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ
കൃപ ഇന്ന് രാത്രി പുറത്തു വന്നാൽ എല്ലാ ആ വരവും കൃപയും ആത്മാവും ഉള്ളവർ, ഇവരുടെ കഴിവുകൊണ്ടല്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഓരോന്നും വലുതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അധികായന്മാരും മിടുക്കന്മാരും സീനിയോറിറ്റി അല്ല, പരിശുദ്ധാത്മാവും ജ്ഞാനമുള്ളവർ. ഇത് പരിശുദ്ധാത്മാവ് കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സ്വർഗീയ ജ്ഞാനം കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബുദ്ധി കൊണ്ട് പറ്റില്ല, ആൾക്കൂട്ടം കൊണ്ട് പറ്റില്ല, ഇത് സ്തോത്ര ഹല്ലേലൂയ തന്ത്രം കൊണ്ട് പറ്റില്ല, ഇത് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാൻ പറ്റില്ല. സഭയുടെ വിഷയമാണിത്, ആത്മീകത്തിന്റെ വിഷയമാ, സ്വർഗത്തിൽ പോകുന്ന വിഷയമാ, ഇത് അപമാനം ഉണ്ടാകുന്ന വിഷയമാ, ആത്മീകത്തെയും പിള്ളേരെയും ബാധിക്കുന്ന വിഷയമാ. ആ വിഷയം പരിഹാരം വരുത്തണമെങ്കിൽ സ്വത്രം ദൈവിക ഞാൻ നിന്റെ ഇതിനിടയിലൂടെ സ്വർഗം ചില പുതിയ കൽത്തിളർപ്പുകളെ ദൈവം പൊക്കിക്കൊണ്ടുവരൂ. അതിനിടയിൽ ചിലരെ ദൈവത്തിന് വേണോ? എന്തിന്? കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഇത് കാലം മാറുകയോ, ഒതുങ്ങിക്കടന്നവരെ ദൈവം പൊക്കിയെടുപ്പാൻ. Thank you, Jesus. ഈ ഉപവാസത്തിൽ പ്രശ്നം തീരണം. നിങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ഒത്തിരി കൊച്ചു കാര്യമായിരിക്കും, വെറുതെ ഇറിറ്റേറ്റഡ് ആയിട്ടിട്ടുകൊണ്ടിരിക്കുകയല്ലേ. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടുപേർ തമ്മിൽ മിണ്ടാതായിട്ട് നാളുകളായി. നമുക്കെല്ലാവർക്കും അറിയാൻ തരാം, ഇവർ തമ്മിൽ മിണ്ടിയല്ല, അവരുടെ വീട്ടിൽ യോഗത്തിൽ ഇവർ വരുവോ ഇല്ല. സ്തോത്രം, ഇത് പരിഹരിക്കണ്ടേ? സ്തോത്രം. അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. 6-ാം അധ്യായത്തിലെ പോലെ ഈ ഉപവാസത്തിൽ ദൈവമായ കർത്താവ് ഒരു ഇടപെടൽ നടത്തണം. സ്തോത്രം. ദൈവം മുൻനിരയിൽ ഏൽപ്പിച്ചവർക്ക് എന്നും പ്രശ്നം ഉണ്ടാക്കുക, അത് പരിഹരിക്കാൻ വേണ്ടിയിരിക്കുക. അവർക്ക് വചനം ശുശ്രൂഷിക്കണ്ടേ, അവർക്ക് പ്രാർത്ഥിക്കണ്ടേ. പക്ഷെ അതിനിടയിൽ മറ്റൊരു തലം വെളിപ്പെടണം. സ്തോത്രം. ആരും അറിയാതെ, വേറെങ്ങോട്ടും വിടാതെ, മുഖ്യധാര ലെവലിലേക്ക് വരാതെ, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ കുത്തി തിരികെ തൂമ്പ കടത്താൻ പാകത്തിനാക്കാതെ അത് കൈകാര്യം ചെയ്യാൻ they will handle it. ആ കോൺഫിഡൻറ്റ് എത്ര പേർക്ക് ഞാൻ അപ്പോസ്തലന്മാരെ എല്ലാവരും വിടുന്നു. സ്വർഗസ്ഥനായ ദൈവത്തിന് എത്ര പേർക്ക് വാക്ക് കൊടുക്കാൻ പറ്റും? സ്തോത്രം. ദൈവത്തിന് ഉറപ്പ്. ഷാജിയമ്പോൾ എന്ന് പറയുന്ന എന്നെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, നിന്നെ കൊണ്ടത് പറ്റും, നിനക്കത് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പാകത്തിന് ഞാനായി വരണ്ടേ? അങ്ങനെ ഒരാളെ സഭയ്ക്ക് കിട്ടണ്ടേ? കേരള സഭയിൽ നിന്ന് എല്ലാവരും പ്രശ്നക്കാരായി മാറിയാൽ കർത്താവ് പിന്നെ തമിഴനെ കൊണ്ടുവരേണ്ട വരികയല്ലേ? തമിഴന്മാരും കൊണ്ട് ക്ഷമിച്ചേക്കണേ. സ്തോത്രം. ഇവിടെ ആരുമില്ലേ? അത് ഈ പ്രശ്നം വന്നപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ അടുത്ത വാക്യം വായിച്ചേ, അടുത്ത വാക്യമല്ല, കൊരിന്ത്യർ ലേഖനം വായിച്ചേ. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ പൗലോസ് കൊരിന്ത്യരെ ലജ്ജിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:4-5. 1 കൊരിന്ത്യർ 6:4-5 ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 6:4-5. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? അടുത്ത വാക്ക് കേൾക്കണേ. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അടുത്തത്. അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും വിശ്വാസികളുടെ മുമ്പിൽ തന്നെ. അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. അവിടെ എങ്ങാണ്ട് നിങ്ങളുടെ ലജ്ജയ്ക്കായെന്നൊരു വാക്കുണ്ടോ? മുകളിലോ താഴെ എങ്ങാൻ? അത് 5-ാമത്തെ 4-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ആ വാക്ക് കേട്ടോ, എന്നാണോ ഇല്ലെന്നല്ലേ ആ ചോദ്യത്തിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? കൊരിന്ത്യരുടെ കാലം വന്നപ്പോഴേക്കും ഇവരുടെ ഇടയിൽ പരിഹരിക്കാൻ ജ്ഞാനമുള്ളവരില്ല. പ്രശ്നം ഉണ്ടാക്കാൻ കഴിവുള്ള ഒത്തിരി പേരുണ്ടായി. പക്ഷെ നിങ്ങളുടെ ഇടയിൽ വേദപുസ്തകത്തിലെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്നത്തെ ഒരു മെഗാ ചർച്ച് എന്ന് പറഞ്ഞാൽ കൊരിന്ത്യർ എന്നെ തല്ലുമെന്ന് അറിയാല്ല. കാരണം സ്വതന്ത്രം അറിയപ്പെട്ടതനുസരിച്ച് കൃപാവരങ്ങളിൽ കുറവില്ലാത്ത ആള് എണ്ണമുള്ളൊരു ടൗൺ ചർച്ചാണത്. പക്ഷെ അവരോട് പൗലോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അത് പരിഹരിക്കാൻ സ്തോത്രം പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അതിന്റെ അർത്ഥം ഉണ്ടാകേണ്ടതല്ലേ? സ്തോത്രം.
6-ാം അധ്യായത്തിൽ പ്രശ്നങ്ങൾ. ഞാൻ ഇങ്ങനെ പറഞ്ഞത് കൺകൂടി ഒത്തിരി വിഷമിപ്പിക്കുന്നില്ല. നല്ല ദിവസമല്ലേ, 19-ാം ദിവസം. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി നമ്മളതിൻ്റെ നല്ല വശം എടുക്കണം. സഭയുടെ സ്വഭാവം വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ചിലപ്പോൾ പെറുവിറുപ്പുകൾ വരും. അതിൻ്റെ കാരണം എന്താ? ഞാൻ കേട്ടിട്ടുണ്ട് പട്ടാളത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതിന് കാരണം പട്ടാളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. പട്ടാളത്തിൽ മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ കീഴുദ്യോഗസ്ഥൻ ഇന്ന് വൈകുന്നേരം വരെ തോക്കും തോളയിൽ വെച്ചോണ്ട് വെയിലത്ത് നിൽക്കാൻ പറഞ്ഞാൽ അവിടെ യൂണിയനൊന്നും ഉണ്ടാക്കിയില്ല. വെയിലത്ത് അവിടുത്തെ പെനാൽറ്റി പണിഷ്മെന്റാണ്. അവിടെ അഭിപ്രായമില്ല, കമാൻഡിങ് മാത്രമേ ഉള്ളൂ. ആ ശൈലി തന്നെ കണ്ടിട്ടുണ്ടോ? പട്ടാളക്കാരും ഇല്ലെന്ന് തോന്നുന്നു. ശൈലി ഒരു എന്താ പറയുക, ഒരു കോംപ്രമൈസ് ടോൺ അല്ല അവിടുത്തെ. കമാൻഡിങ് മാത്രമേ ഉള്ളൂ. അവിടെ വലിയ പ്രശ്നങ്ങൾ കാണുകയല്ല. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ അഭിപ്രായമുണ്ട്, സ്നേഹമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വന്നേക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ, അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും മിണ്ടിക്കുകയല്ല. വന്ന് കല്യാണം കഴിച്ച് വന്നേ അന്ന് പറഞ്ഞു നിന്റെ അഭിപ്രായം ഒന്നും ഇവിടെ കേൾക്കണ്ടെന്ന് പറഞ്ഞു. 20 കൊല്ലമായി ഒരഭിപ്രായം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമില്ല. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു, തുണി കഴുകി കൊടുക്കുന്നു, തേച്ച് കൊടുക്കുന്നു, പുള്ളി പോകുന്നു, ഉച്ചയ്ക്ക് വരുന്നു, കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നു, പ്രശ്നമില്ല. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായി. സ്തോത്രം. അപ്പൊ അഭിപ്രായം കുടുംബത്തിലുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഒരു സൗന്ദര്യപ്പടക്കം ഉണ്ടാവാം, ഒരു പെറുവിറുപ്പുണ്ടാകാം. പക്ഷെ പ്രശ്നം എന്നാണെന്നറിയാമോ? അത് പരിഹരിക്കാൻ താല്പര്യമില്ലാത്തത്. സ്തോത്രം. പരിഹരിക്കപ്പെടുകയില്ലെന്ന് ആരും പറയരുത്. കാരണം നമ്മുടെ ഇടയിൽ ദൈവാത്മാവുണ്ട്. ആത്മാവുള്ളിടത്തോളം കാലം പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ല. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് ഈ രാത്രി ഞാൻ തുടക്കത്തിൽ ഒരു വാക്ക് പറഞ്ഞില്ലേ, അപ്രതീക്ഷിതമല്ല, കരുതിക്കുട്ടിയല്ല, എൻ്റെ ദൈവം കോർത്തിണക്കി പറഞ്ഞതാ. ഈ രാത്രി വചന ശുശ്രൂഷയിലൂടെ നിങ്ങളെ ചിലത് പരമേൽപ്പിക്കുമെന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് രാത്രി ആണിയിട്ട് വിശ്വസിക്കുന്നു. എന്താ സ്തോത്രം? ഈ രാത്രി ചില കാര്യങ്ങൾ പരിഹരിക്കാൻ, നിങ്ങളുടെ കുഞ്ഞിന്റെ കുടുംബ ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കാൻ പുറത്തുനിന്ന് ഒരുത്തരം ദൈവം കയറ്റിയല്ല. നിനക്കതിന്റെ ജ്ഞാനം ദൈവം തരും, നിനക്കതിന്റെ കൃപ ദൈവം തരും. ഇനി അടുത്ത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇനി ഒരു വിസിറ്റിംഗ് നടത്തിയാൽ, ഹല്ലേലൂയ. ഇത്രയും നാളൊരു ചീത്ത, ഞാൻ പച്ചയ്ക്ക് പറയാ, ഇത്രയും നാളൊരു ചീത്തപ്പേരുണ്ടായിരുന്നു ആ വീട്ടിൽ. ഒക്കെ അമ്മ വന്നിട്ട് പോയാ പിന്നെ മോഹം കാണുമ്പോ അറിയാം അങ്ങനെയാ പറയുന്നതെന്നല്ലേ. സ്തോത്രം. ആ ചീത്തപ്പേര് ഇന്ന് രാത്രി തിരുത്തണം. സ്തോത്രം. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ആത്മാവല്ല, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ആത്മാവല്ല. ഈ രാത്രി നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പറയണം, ഈ പ്രാർത്ഥനയിൽ ഒട്ടനവധി കൊച്ചു കൊച്ചു വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. കോടതിയോ കമ്മിറ്റിയോ പ്രശ്നമൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ, എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, ഞാൻ ആകപ്പാടെ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോകുന്ന വിഷയങ്ങൾ, എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയോ കുഞ്ഞുങ്ങളോ നമ്മോട് പറയും, ഹല്ലേലൂയ, ഞാൻ ശ്രമിക്കാത്ത കൊണ്ടല്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല മമ്മി, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, അവന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി നിങ്ങൾ അവന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ 7 പേരിൽ ഒരുവനെ പോലെ സഭയ്ക്കകത്തല്ല, അവന്റെ കുടുംബത്തിനകത്ത് അവൻ ചുമക്കുന്ന കണ്ണീരും വേദനയും അത് പരിഹരിക്കാനുള്ള ഒരു അസാധാരണ ജ്ഞാനം ഇന്ന് രാത്രി എന്റെ ദൈവമേ എന്റെ കുഞ്ഞിന് കൊടുക്കണമേ എന്ന് 6-ാം അധ്യായത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം തരാതിരിക്കോ? കർത്താവിന്റെ ആത്മാവേ, ഈ രാത്രി അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൃപയാൽ ദൈവം അത് ചെയ്യട്ടെ. ഹല്ലേലൂയ. ആത്മാവ് നിങ്ങളോട് പറയുന്നത് വരെ നിങ്ങൾ സ്തോത്രം ചെയ്യ്. ആത്മാവ് നിന്റെ കാതിൽ പറയട്ടെ, നിനക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നീ കൈമളത്തി കാണിക്കുക. ഈ വിഷയത്തിൽ ആരിടപെടും? ഇതിനാരോട് ഞാൻ
പറയും, ഞാൻ ഇത്രയും പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, ഒരു പരിഹാരം ഉണ്ടായില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചിരിക്കുന്ന വിഷയത്തിൽ നിന്റെ അടുക്ക നിന്ന് നിന്റെ കർത്താവ് പറയും, നിനക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് സ്വർഗം നിനക്ക് ഉറപ്പ് തരുന്നത് വരെയും ആത്മശക്തിയോടെ പറ, എന്നെ കൊണ്ടത് പറ്റുന്നില്ല, എനിക്ക് എന്റെ ദൈവത്തിന് വേണ്ടി വിശുദ്ധനായി ജീവിക്കണമെന്നുണ്ട്, എന്റെ ദൈവത്തിന് പ്രിയനാകണമെന്നുണ്ട്. ഈ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ഞാൻ വേറൊരു സ്വഭാവക്കാരനായി പോകുന്നു, എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് ഉള്ളുകൊണ്ട് കരയുന്നവരുണ്ടെങ്കിൽ, ഉപദേശമാരടക്കമുണ്ടെങ്കിൽ, ദൈവാത്മാവേ രാത്രി നിന്നെ ഇതിലപ്പുറം സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ ജ്ഞാനവും കൂടെ യേശുവിന്റെ നാമത്തിൽ ഒതുങ്ങി കിടക്കുന്ന പല പ്രശ്നങ്ങളും ഇന്ന് രാത്രി പരിഹരിക്കപ്പെടട്ടെ. എങ്ങനെ കൈകാര്യം ചെയ്യണ്ടെന്ന് അറിയാതെ പോയി അതിന് നാണക്കേട് സംഭവിച്ചു. ഇന്ന് രാത്രി സ്വർഗസ്ഥനായ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യട്ടെ, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, കർത്താവിന്റെ കൈ കൂടെ ഇരിക്കട്ടെ, പരിഹാരകൻ ഇന്ന് രാത്രി നിങ്ങളിൽ വ്യാപരിക്കട്ടെ. വിവിധ ലോക്കൽ സഭകളിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പരിഹരിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. പക്ഷേ അപ്പോസ്തലന്മാരുടെ കോൺഫിഡൻറ്റ്, ഇത് തീരുന്ന പ്രശ്നമല്ല, അതവിടെ കിടക്കട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാമെന്നല്ല, ഇത് പരിഹരിക്കാൻ പറ്റും. അതിന് പറ്റിയവർ നിങ്ങളുടെ ഇടയിലുണ്ട്. അതിനി ആരെയും വിസ കൊടുത്ത് കൊണ്ടുവരണ്ട, പന്തൽ കെട്ടി അതിനു വേണ്ടി ഡേറ്റ് കുറിക്കണ്ട. ഈ യോഗം കഴിയുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും. സ്തോത്രം. ഒത്തിരി കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നവർ, അങ്ങനൊരു ശ്രുതി തന്നെ സഭയെക്കുറിച്ച് ദേശത്ത് കേൾക്കട്ടെ. സ്തോത്രം. അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആ കാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഒരു വലിയ സംഘം പുറത്തു വന്നു. സ്തോത്രം. മറഞ്ഞു കിടന്നവരാവാം, നേരത്തെ അപേക്ഷ കൊടുത്തിട്ടൊരുന്നവരല്ല, ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പാസ്റ്റർ എന്നെയും കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു നിന്നവരല്ല, ഇവരൊക്കെ മറഞ്ഞു കിടന്നവരാ. പക്ഷേ കർത്താവ് ഈ പുസ്തകത്തിനകത്ത് ഓരോ ഘട്ടം കയറി വരുമ്പോൾ പുതിയ പുതിയ സംഘത്തെ പുറത്തു കൊണ്ടുവരും. ദൈവം ഒരിക്കലും തോക്കിയല്ല. പ്രശ്നം ഉണ്ടാക്കാൻ ഏത് പിശാച് നോക്കിയാലും പരിഹരിക്കുന്നവരെ ദൈവം ഇറക്കുമതി ചെയ്യുകയല്ല, അവരുടെ ഇടയിൽ നിന്ന് പൊക്കും. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, അതിനകത്തെ എല്ലാവരുടെയും പേര് പറയാൻ നമുക്കറിയാല്ല, ഒന്ന് രണ്ട് പേരുടെ പേര് നിങ്ങൾക്കറിയാം, ഫിലിപ്പോസും സ്തേഫാനോസൊക്കെ. ഒരു കുറച്ച് രണ്ടാം വാക്യമൊക്കെ മുതലാൻ തോന്നുന്നു അവിടെ എഴുതിയിരിക്കുന്നത്, അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഓക്കെ, അപ്പൊ കുറച്ചുനാള് പ്രശ്നം പരിഹരിച്ചാൽ ദൈവം അവിടെ നിർത്തിയല്ല, അടുത്ത ലെവലിലേക്ക് വരും. പ്രശ്നം ഉണ്ടാക്കുന്നവനാണെങ്കിൽ കൂമ്പടച്ച് എന്നും അവിടെ കിടക്കും. എന്നും നിങ്ങളുടെ സ്വോത്ര കാഴ്ച 46 രൂപ 50 പൈസ ആയിരിക്കും. അതിൽ കൂടുതൽ തെളിച്ചെനിക്ക് പറയാൻ പറ്റിയ എന്നും അത്രയായിരിക്കും. മറ്റത് അങ്ങനെയല്ല. കുറച്ച് നാള് പ്രശ്നം ഉണ്ടാക്കാതെ ചിലരുടെ പ്രശ്നം പരിഹരിക്കാൻ വളരെ സൈലൻ്റായിട്ട് പ്രവർത്തിച്ചു ഈ ടീമിൽ ഒരുത്തൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അവനെ ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടപ്പോൾ അവൻ അത്ഭുതം ചെയ്യാനുള്ള വരം കൊടുത്തു. അത്ഭുതം ചെയ്യാൻ പഠിപ്പിക്കുന്ന കോളേജൊന്നും സെമിനാരിയൊന്നും നമ്മുടെ ഇടയിലില്ലല്ലോ. അത് കർത്താവ് നോക്കിയാലേ നടക്കുള്ളൂ. ദൈവം വിശ്വസ്തനാണ്. സ്വർഗം ഒരു ചെറിയ കാര്യം ഫലമേൽപ്പിച്ചാൽ അത് വിശ്വസ്തയോടെ ചെയ്താൽ അടുത്ത പ്രമോഷൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ തലമുറയ്ക്ക് കിട്ടും അല്ലേ? 7 പേരിൽ ഒരുവനല്ലായിരുന്നോ മറ്റേ ഫിലിപ്പോസ്? അദ്ദേഹത്തിനല്ലേ പ്രവചിക്കുന്ന 3-4 പിള്ളേരുണ്ടായി. സ്തോത്രം. ഒരപ്പൻ പ്രശ്നം പരിഹരിക്കുന്ന സംഘത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തെ സ്തോത്രം ദൈവമായ കർത്താവ് ഒരുപക്ഷെ ഒരു വേദിയിലും കയറ്റിയില്ലെങ്കിലും 4 പിള്ളേരെ തറയിൽ നിർത്താതെ ഉപയോഗിച്ചു. അതിൽ കൂടുതൽ കർത്താവ് എന്തോ കൊടുക്കുമെന്ന് പറ.
ഞാൻ വീണ്ടും പറയുന്നു, പ്രശ്നമുണ്ടാക്കുന്നവനെ, ഞാൻ അറം പറ്റിയ വാക്ക് പറഞ്ഞെന്ന് പറയരുത്, പ്രശ്നമുണ്ടാക്കുന്നവനെ അവൻ്റെ തലമുറയും ദൈവം വീട്ടിലിരുത്തുമ്പോൾ പ്രശ്നം പരിഹരിക്കുന്നവൻ്റെ മക്കളെ, സ്തോത്രം, അന്ന് എഞ്ചിനീയർ, MBBS, ഡോക്ടറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് സ്വർഗസ്ഥനായ ദൈവം 4 എണ്ണത്തിനും കൃപ കൊടുത്തു. അവരെ പ്രതീക്ഷിച്ച് ദേശത്തിലെ വൻപന്മാര് അവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. ഇങ്ങനെയല്ലേ സ്തോത്രം അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിച്ചിട്ടുള്ളത്? ആ ഭാഗം നമുക്ക് അറിയാവുന്നതാ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, വെറുതെ ഒരു ചാൻസ് കളയണ്ട. രാവിലെ ഞാൻ യൂതയെക്കുറിച്ച് പറഞ്ഞു, അധ്യക്ഷ സ്ഥാനമായിരുന്നു. മൈൻഡ്, സ്തോത്രം, മണി മൈൻഡും കൊണ്ട് നടന്ന ആ സ്ഥാനം കളഞ്ഞു കുളിച്ചു. ഇന്ന് രാത്രി വീണ്ടും ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു, സ്തോത്രം, ദൈവമായ കർത്താവ് നമ്മെ ഏൽപ്പിച്ചത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. നമ്മളെ കൊണ്ട് പറ്റും. അത് ഒരു 2 കുടുംബത്തിലെങ്കിലും ചെയ്താൽ, ആരുടെയെങ്കിലും ഹൃദയത്തെ തണുപ്പിക്കാൻ പറ്റിയ, സ്തോത്രം, ഒന്നുകിൽ നിങ്ങളെ ദൈവമായ കർത്താവ് അസാധാരണമായിട്ട് ഉപയോഗിക്കും, അഥവാ അന്നേരം ദൈവം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ദൈവം അന്തർദേശീയമായിട്ട് ഉപയോഗിക്കും. സ്തോത്രം, കർത്താവ് അത്ര വിശ്വസ്തനാണ്. പ്രശ്നക്കാരെയോ അവരുടെ മക്കളെയോ ഞാൻ വേദപുസ്തകത്തിൽ തപ്പിപ്പോയിട്ടില്ല. സ്തോത്രം, കാരണം ഞാനൊരു നെഗറ്റീവ് അന്വേഷിച്ചു പോകുന്ന ഒരാളല്ല. പറയേണ്ട വന്നാൽ ചില കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നു പറയും. പക്ഷേ ഈ ഭാഗം ഞാൻ കണ്ടത്, പ്രശ്നപരിഹാരകരെ ദൈവത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. ബാക്കി ഇനി കിടക്കുന്ന എത്ര എണ്ണം? 4 എണ്ണം കിടക്കുന്നു. ഞാൻ വാക്യങ്ങൾ പറയാം കേട്ടോ. 9-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ 3-ാമത് ആ കാലം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ. സ്തോത്രം, ഹല്ലേലൂയ. മതി. തബീദയല്ലേ പേടമാനെന്ന് അർത്ഥമുള്ള, അങ്ങനെയല്ലേ തബീദ. സ്തോത്രം. ആ സഹോദരി മരിച്ചു. ജീവിച്ചിരുന്നാൽ പ്രയോജനമുള്ളത്. പക്ഷെ അവിടെ സൂചിപ്പിക്കുന്നൊരു ഭാഗം ഇതാണ്, ആ കാലത്ത്. സ്തോത്രം. ആ കാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണമെങ്കിൽ 31-ാം വാക്യത്തിനകത്ത് നോക്കിയാൽ കാണാം. 31-ാം വാക്യം. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ട്. 4 കാര്യങ്ങൾ 31-ാം വാക്യത്തിൽ നടന്നു. 1, സഭയ്ക്ക് സമാധാനമുണ്ടായി. 2, സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടായി. 3, സഭയുടെ ഭക്തി വർദ്ധിച്ചു. 4, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങി. ഈ 4 കാര്യങ്ങൾ സംഭവിച്ച കാലത്താണ് തബീത മരിച്ചത്. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാറുണ്ട്, അല്ലെങ്കിൽ സ്തോത്രം പറയാം. 31-ാം വാക്യത്തിന് മുമ്പാണ് തബീത മരിച്ചിരുന്നതെങ്കിൽ, വെറുതെ ആണെങ്കിലും ഊഹിച്ചേ. 31-ാം ആ കാലത്തെന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണമല്ലോ. ആ കാലത്തിന്റെ പ്രത്യേകത എന്താ? ആത്മീക വർധന ഉണ്ടായ കാലമാണത്. കർത്താവിനോടുള്ള ഭക്തി വർദ്ധിച്ചു. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നു. സഭയിൽ സമാധാനം ഉണ്ടായി. ഇങ്ങനെ 4 കാര്യങ്ങൾ സംഭവിച്ചു. സഭ സന്തോഷത്തോടെ വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു അകാല മരണം. സ്തോത്രം. ആ കാലത്ത് തബീത മരിച്ചു. പക്ഷേ ആ സഭയ്ക്ക് ആത്മീക വർധനവും കർത്താവിനോടുള്ള ഭക്തിയും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് സഭ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവര് പത്രോസിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അവളെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. എഴുന്നേൽപ്പിച്ചു. ഞാൻ ഒന്നോടെ ചോദിക്കാം, ആ ചോദ്യം ഒരു മണ്ടൻ ചോദ്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കൊച്ചു ഹൃദയത്തിനകത്ത് ചിന്ത ഞാൻ പറയാം. 31-ാം വാക്യത്തിന് മുമ്പാണ് തബീത മരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പപ്സും പഴവും കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകായിരുന്നു. അത്രയേ ഉള്ളൂ. ഒന്നും നടക്കുകയില്ല. പക്ഷേ ആത്മീക വർധന ഉണ്ടായ കാലത്ത്, ദൈവത്തോടുള്ള ഭക്തി കൂടിയ കാലത്ത്, മനുഷ്യർക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം ഉണ്ടായാലും അതിനകത്ത് ദൈവം ഇടപെടും. അതുകൊണ്ട് ഞാൻ തുടക്കം മുതൽ പറയുന്നത്, സഭയുടെ സ്വഭാവം കാണിക്കാൻ അനുവദിക്കണം. സ്തോത്രം. ഇതിനകത്തിരിക്കുന്നവരെല്ലാം ആത്മീകരാകണം. ആത്മീകരായ പോരാ, ഓരോ സഭായോഗത്തിലും ആത്മീക വർധന ഉണ്ടാകണം. ദൈവത്തോടുള്ള ഭക്തി വർദ്ധിക്കണം. ദൈവിക സമാധാനം ഇതിനകത്ത് നിലനിർത്തണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം.
അങ്ങനെ കീപ്പ് ചെയ്താൽ ആർക്ക് ഗുണം? ആർക്ക് ഗുണം? നമുക്ക് ആത്മീക വർധന ഉണ്ടായതുകൊണ്ട്. കർത്താവിന് എന്താ പ്രത്യേകത? നമ്മൾ കർത്താവിനെ ഭയപ്പെട്ടതുകൊണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവിന് അങ്ങനെ ഒരു ഇതാണോ? ഇപ്പം എന്നെ കാണുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഷാജി പാസ്റ്റർ വരുന്നു പറയുമ്പോൾ എനിക്കൊരു സുഖമുണ്ട്. കാരണം ഞാൻ മനുഷ്യനാ, ഉള്ളത് പറയണ്ടേ. ഇങ്ങനെ പറയുമ്പോൾ സ്തോത്രം. പ്രസംഗിക്കാൻ വന്ന വഴി നിങ്ങളുടെ മുഖത്ത് ഈ കള്ളനാണോ എന്ന് വന്നിരിക്കുന്നത് ചോദിച്ചായിരുന്നു ഇന്നത്തെ പ്രസംഗം ചീറ്റിപ്പോയനെ. ഇതിനകത്തൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ സന്തോഷത്തോടെ ഇരിക്കുന്നതും സ്തോത്രം. ഞാൻ വന്നപ്പോൾ എല്ലാവരും നോക്കി. ഞാനാ വന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ പോകാൻ പോവല്ലേ. അപ്പോൾ ഇപ്പോൾ പറയാലോ, രാവിലെ അല്ല പറഞ്ഞു. ആ മുഖത്ത് കണ്ട പ്രസന്നതയൊക്കെയാണ് ഇത്രയും പ്രകാശിച്ചത് ഈ ദൂത്. അല്ല, വന്ന വഴി ഇങ്ങനാണോ എന്ന് വന്നിരിക്കുന്നതെന്ന് ആ മുഖത്തുനിന്ന് വായിച്ചെടുത്തായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ചക്രശ്വാസം വലിച്ചേനെ. സ്തോത്രം. ഇതിനകത്തൊക്കെ കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇരിക്കുന്ന കണ്ടാൽ ദൂതിങ്ങ് വരണം. സ്തോത്രം. മനസ്സിലായോ? എന്നതുപോലെ ഒരു സഭയ്ക്കകത്ത് ആത്മീകം തുളുമ്പി നിന്നാൽ ആർക്ക് ഗുണം? എല്ലാരും കൂടി, അപ്പനും അമ്മയും മക്കളും കൂടി കർത്താവ് എന്ന് പറഞ്ഞ ജീവന. അത് കഴിഞ്ഞിട്ടേ ബാക്കി ആരും ഉള്ളൂ. അത്രയ്ക്ക് ഭക്തിയോടെ ഇരുന്നാൽ ആർക്ക് ഗുണം? നാട്ടുകാർക്കോ അതെയോ നിങ്ങൾക്കോ? എന്റെ ഗുണമായി പറയുന്നത്, എടാ അകാലത്ത് നിന്റെ ജീവനം കൊണ്ട് പോയാലും ആത്മീകം ഉണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാം, പക്വതയുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാം. അതുകൊണ്ട് ആ കാലത്തിന്റെ പ്രത്യേകത, എല്ലാരും കൂടി ഒറ്റക്കെട്ടായി നിന്നു, എല്ലാരും കൂടി ഒരു മനസ്സോടെ നിന്നു. സഭ ആത്മീകത്തിൽ വർദ്ധിച്ചു, സഭ സമാധാനത്തിൽ നിലനിന്നു, കർത്താവിനെ ജീവന് തുല്യമായി കണ്ടു. പരിശുദ്ധാത്മാവിനെ വിട്ട് ഒരു കളിക്കും അവർ കൂട്ടുനിന്നില്ല. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് പോലെ ഒരു ചെറിയ സംഭവം ഇട്ട് കൊടുത്തു. സഭയിലൊരു സഹോദരി മരിച്ചു. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, ടെസ്റ്റ് ഡോസ്. എൻ്റെ ഗുണം അറിയണമല്ലോ. അല്ല, നിങ്ങൾ സ്വോത്രം പറയിപ്പിച്ച് സ്വോത്രം യോഗം തുടങ്ങിയ സമയം മുതൽ തീരുന്ന സമയം വരെ ശ്വാസം മുട്ടിച്ചിട്ട് ആർക്ക് ഗുണം? അന്യഭാഷ പറയിപ്പിച്ചിട്ട് ആർക്ക് ഗുണം? അന്യഭാഷ പറഞ്ഞ ആത്മീക വർധനം ഉണ്ടായ ഗുണം എന്നാ തെളിയിക്കാൻ വേണ്ടിയിട്ട് തബീതയെ തമ്പുരാൻ ഒന്ന് ഫീസ് ഊരിയതുപോലെ നിർത്തി. സ്വോത്രം. സഭയ്ക്ക് വിശ്വാസം ഉണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. അത് തെളിയിക്കാൻ വേണ്ടി തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവിടെ മുകളിൽ എഴുതിയിരിക്കുന്ന അയനയാസ് എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ ദീനമായി കിടന്നവൻ സൗഖ്യമായി. സ്തോത്രം. അല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്നു, എല്ലായിടവും സഞ്ചരിക്കൽ ലുദ്ദയിൽ പാർക്കുന്ന ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകയാൽ അവർക്ക് മനസ്സിലായി അത്ഭുതങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു, ശുശ്രൂഷകൾ തിരിച്ചു വന്നിരിക്കുന്നു. കുറെ നാളായിട്ട് മങ്ങി നിൽക്കുക. 8 കൊല്ലമായിട്ട് ഈ മനുഷ്യൻ സൗഖ്യമാകാതെ കിടക്കുമായിരുന്നു. എൻ്റെ ഒരു അനുമാനം ചേർത്ത് വെച്ചാൽ 5-8 കൊല്ലമായിട്ട് സഭായോഗവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷേ ദൈവപ്രവർത്തികളില്ലായിരുന്നു. 8 കൊല്ലങ്ങൾക്ക് ശേഷം അയനയാസ് ആത്മീക വർധന വന്നത് 31-ാം അധ്യായത്തിൽ. അയനയാസ് പിടച്ചെഴുന്നേറ്റത് 31-ാം വാക്യത്തിൽ. അയനയാസ് പിടച്ചെഴുന്നേറ്റത് 32-ാം വാക്യത്തിൽ. അതിനർത്ഥം ആത്മീക വർധനയും ദൈവഭക്തിയും കൂടിയതിൻ്റെ പിറ്റേ ഞായറാഴ്ച 8 കൊല്ലം പഴക്കമുള്ള കേസ് ദൈവം പൊട്ടിച്ചു പൊക്കിക്കൊണ്ടുവന്നു. 80 കൊല്ലം പഴക്കമുള്ള കേസാണെങ്കിലും ആത്മീകം വന്നാൽ പരിഹരിക്കപ്പെടും. സ്തോത്രം. ആത്മീകം ഉണ്ടായാൽ. അത് കഴിഞ്ഞപ്പോൾ യോപ്പയിലെ സഭക്കാർക്ക് മനസ്സിലായി, അപ്പുറത്തെ സഭയിൽ 8 കൊല്ലം പഴക്കമുള്ളവൻ എഴുന്നേറ്റെങ്കിൽ ഞങ്ങളുടെ സഭയിൽ മരിച്ചവരെ ദൈവം എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നെങ്കിൽ പത്രോസിനെ ആളെ വിട്ട് വിളിപ്പിക്കില്ലായിരുന്നല്ലോ. ഇവിടെ വന്നു പത്രോസ്, മാളിക മുറിയിൽ കയറി, തബീത എഴുന്നേറ്റു. ഇത് 3-ാമത്തെ കാലം. 4-ാമത്തെ കാലത്തെക്കുറിച്ച് വായിച്ചു. 11-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. നോക്കേ, ആ കാലത്ത് യെരുശലേം സഭയായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടായാൽ നേരെ അവിടെ ചെന്നായിരുന്നു. നമ്മൾ 15-ലൊക്കെ കണ്ടില്ലേ, അവിടെ ചെന്ന് പരിഹരിക്കത്തക്ക രീതിയിൽ ഒരു വലിയ ബന്ധമായിരുന്നു. അവിടെയായിരുന്നു വലിയ സംഭവം. പക്ഷേ പെട്ടെന്നൊരു ട്വിസ്റ്റ് നടന്നു. അന്ത്യോക്യ സഭ അതീവ ശക്തമായി. ബർന്നബാസിന്റെയും പൗലോസിന്റെ ഒക്കെ ശുശ്രൂഷ കാലയളവ്, അവിടെ ഉപവാസവും പ്രാർത്ഥനയും നടക്കുക.
അങ്ങനെ ഭയങ്കരമായിരിക്കുന്ന 1.5 വർഷത്തെ അനുഗ്രഹീത ശുശ്രൂഷകളുടെ ശുശ്രൂഷ കാലയളവോടുകൂടെ അന്ത്യോക്യ സഭയിൽ ജാതികളുടെ ഇടയിലേക്ക് ആദ്യം സുവിശേഷം എത്തിക്കുന്നവരാണ്. അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ എല്ലാം കൂടി വായിച്ചെടുക്കാൻ സമയമില്ല. ഇതെല്ലാം ഓരോ ദിവസത്തെ ഓരോ സെക്ഷനിലെ പ്രസംഗമാണ്. അതെല്ലാം കൂടി കൂട്ടിക്കലയ്ക്കാൻ ഒറ്റയ്ക്ക് സ്തോത്രം ഇന്ന് രാത്രി പറഞ്ഞു തീർക്കുക. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗമനുസരിച്ച് അവിടെ പറയുന്നുണ്ട്, അതുവരെയും യഹൂദന്മാരോട് മാത്രമേ സുവിശേഷം പറയുമായിരുന്നുള്ളൂ. പക്ഷെ അന്ത്യോക്യ സഭക്കാരാണ് ജാതികൾക്ക് ട്രാക്റ്റ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം അവരൊരു പുതിയ തുടക്കക്കാരാണ്. ജാതികൾക്ക് ട്രാക്റ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ കയ്യ് ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കൈ അവരോട് കൂടെ. അതിനർത്ഥം എന്താ? എല്ലാവർക്കും കൈ കിട്ടിയില്ല, വരം കിട്ടി, കൃപ കിട്ടി, സ്തോത്രം. പക്ഷെ ഈ വാക്കിനൊക്കെ അർത്ഥമില്ലേ? കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഇരുന്നു. അതിനർത്ഥം എന്താ? വല്ലതും ചെയ്യുന്നവന് കൈ കൊടുത്തിട്ടല്ലേ കഥയല്ലോ. നമുക്ക് സൃഷ്ടിച്ചപ്പോഴേ 2 കൈ തന്നു വിട്ടു. അതുകൊണ്ട് ബൈബിള് പോലും എടുക്കാത്തവന് പിന്നെ ഒരു കൈയും കൂടി തരണോ? വേണോ? വേണ്ട. 2 കൈ കൊണ്ടും പണിയെടുക്കുന്ന കണ്ടപ്പോൾ ദൈവത്തിന് തോന്നി എൻ്റെ കൈയും കൂടി കൊടുത്തേക്കാം. സ്തോത്രം. അത്രയേ ഉള്ളൂ അതിനകത്ത് തിയോളജി. ഇക്കുള്ള അതിനകത്ത് കാര്യമല്ല. കൈ കൊടുത്തെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. കർത്താവിൻ്റെ കൈ അങ്ങനെ എഴുതിയിരിക്കുന്നേ. ദൈവത്തിൻ്റെ കൈ ഒരു അൺസീന, കാണാൻ പറ്റിയല്ല. അത് സൃഷ്ടിപ്പിൻ്റെ കൈയാണ്, പ്രവർത്തിക്കുന്ന കൈയാണ്, അത്ഭുതത്തിൻ്റെ കൈയാണ്, തടയുന്ന കൈയാണ്. ആ കരം കിട്ടിയ സഭ ഭാഗ്യമുള്ളത്. അത് കിട്ടണമെങ്കിൽ നീ പ്രവർത്തിക്കാൻ തുടങ്ങണം, ആളുകളിലേക്ക് ഇറങ്ങണം, അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം, അവനെ ഒന്ന് ചേർത്ത് നിർത്താൻ തുടങ്ങണം. അപ്പൊ ദൈവത്തിന് മനസ്സിലാകും, ഇവന്റെ കൊച്ചു കൈ കൊണ്ട് കാര്യം നടക്കുകയില്ല, ഇവൻ ഇത്രയും ചെയ്യുന്ന സ്ഥിതിക്ക് എൻ്റെ കൈ കൂടി ഇവന് കൊടുത്തേക്കാം. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇനി നിങ്ങൾ തീരുമാനിച്ചോ, ദൈവത്തിന്റെ കൈ കിട്ടിയ ആളുകൾ ആരൊക്കെയാണ്, ദൈവത്തിന്റെ കൈ കിട്ടിയ മനുഷ്യരാരൊക്കെയാണ്, അത് തീരുമാനിച്ചോ മതി. അവരെ കൊണ്ട് ജയിപ്പിച്ച കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ഒരു വലിയ കാര്യത്തിനുള്ള വഴിയായി. അന്ത്യോക്യ സഭ, അവരാണ് സ്തോത്രം എന്താ പറയുക, ഈ സുവിശേഷം അറിയിക്കുകയും ഇതൊക്കെ ചെയ്ത് അതിനുശേഷം ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടാക്കിയത് അവരാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അവരുടെ സഭയിൽ മുഴങ്ങിയ പ്രവചനം കേട്ടോ. അമ്മാമ്മയുടെ അമ്മിക്കലിൻ്റെ കീഴെ തകിടുണ്ടെന്നുള്ള പ്രവചനം അല്ല, അതാണ് അവിടെ കേട്ടത്. അത് നമ്മുടെ കേരളത്തിലെ എല്ലാ സഭയിലും പറയുന്നുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞ എന്നറിയാമോ? അവിടെ പറഞ്ഞ ഇതാണ്, ലോകത്തിൽ ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു, ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാകും, ലോകത്തിൽ ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് ഐക്യരാഷ്ട്ര സംഘടനക്കാരോട് പറഞ്ഞാൽ പോരെ? എന്തിനാ കർത്താവിന്റെ സഭയെ പറയുന്നേ? അല്ലാതെ അവിടെയല്ലേ പറയണ്ടേ? ഓൾ വേൾഡിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അതാരാ കൈകാര്യം ചെയ്യേണ്ട? ഇന്നത്തെ സ്ഥിതി യുഎൻഒയോട് പറയേണ്ട കാര്യം ദൈവം അന്ത്യോക്യ സഭയോട് പറഞ്ഞു. അതിനർത്ഥം പറയാം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ചുമ്മാ ആ വാക്ക് പറയുമ്പോൾ പിണങ്ങോന്നറിയില്ല, അല്ലെങ്കിൽ സ്വത്ര വിമർശനമാകുമെന്നറിയില്ല, ചുമ്മാ അതുണ്ട് ഇതുണ്ട് കെട്ടുണ്ട് പൂട്ടുണ്ടെന്നുള്ള പ്രവചനം അത് പാടയെടുത്ത് ആറ്റിക്കളഞ്ഞിട്ട് സ്വത്രം ഇവിടെ സംഭവിക്കാൻ പോകുന്ന അന്തർദേശീയ കാര്യങ്ങൾ സഭയ്ക്ക് വെളിപ്പെടുന്ന ഒരു തലത്തിലേക്ക് അന്ത്യോക്യ സഭയെ അവര് വളർത്തിയെടുത്തു. ഹല്ലേലൂയ. സഭ ആ ലെവലിൽ കൊണ്ടുവന്നു. അല്ലെങ്കിൽ പിന്നെ എല്ലായിടത്തും ക്ഷാമം ഉണ്ടായ ഇവിടെ എന്തിനാ പറയുന്നത്? അടുത്ത വാക്യം വായിച്ചു, ഞാൻ തീർക്കുക, നിങ്ങൾ സ്തോത്രം വിഷമിക്കുന്നത് മനസ്സിലാവുന്നു. 12:1 അഞ്ചാമത്തത് 12. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. അപ്പൊ ഒരു പ്രശ്നം നടന്നു. ചേർത്ത് പറയാം, യെരുശലേമിലെ സഭക്കാര് കുറച്ചങ്ങ് മങ്ങി. സ്തോത്രം. അവിടുത്തെ കാര്യങ്ങളിൽ കുറച്ച് സ്തോത്രം. അതുകൊണ്ട് ആ ഉണർവിന്റെ മൂവ്മെന്റ് അന്ത്യോക്യയിലേക്ക് വന്നു. ഇവിടെ അന്ത്യോക്യ ശരിക്കും തിളച്ച് കയറി ദേശീയ നിലവാരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ യെരുശലേമിലെ സഭ ചില പതുക്കെ ലാഗ് ചെയ്തു. ആ കാലത്ത് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? സഭയിൽ ചിലരെ ഉപദ്രവിക്കാൻ ഹെരോദാവിനോട് കൈനീട്ടാൻ പറഞ്ഞു.
കൈ നീട്ടി ഇപ്പൊ യാക്കോബിനെ യാക്കോബിനെ പിടിച്ചപ്പോഴെങ്കിലും സഭ കണ്ണീരോടെ പ്രാർത്ഥന ക്രമീകരിക്കണമായിരുന്നു. സ്തോത്രം. അന്നും സഭ പ്രതികരിച്ചില്ല. അത് കഴിഞ്ഞിട്ടും സഭ പഠിച്ചില്ലെന്ന് കണ്ടപ്പോൾ പത്രോസിനെ പിടിച്ചു. അപ്പ സഭ കരഞ്ഞു, അപ്പ സഭ പ്രാർത്ഥിച്ചു. സ്തോത്രം. സഭ മടങ്ങി വന്ന് നിറഞ്ഞപ്പോൾ ഹെരോദാവിനെ ദൈവം തട്ടിക്കളഞ്ഞു. സ്തോത്രം. മനസ്സിലായോ? മങ്ങാന പ്ലാനെങ്കിൽ അന്ത്യോക്യക്കാർക്ക് കർത്താവിന്റെ കൈ കിട്ടിയപ്പോൾ ഒതുങ്ങിയവന് ഹെരോദാവിന്റെ കൈ നീട്ടി. സ്തോത്രം. കാരണം യെരൂശലേം സഭയെ ദൈവത്തിന് മറക്കാൻ പറ്റിയല്ല. അവരെ ഉണർത്തിയേ പറ്റൂ. സ്തോത്രം. അതിനൊരു ഭാരം വരുത്തി. ആദ്യത്തേതിനകത്ത് അവര് സ്തോത്രം പ്രാർത്ഥിച്ചില്ല. യാക്കോബിനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാണുന്നില്ല. പത്രോസിനെ പിടിച്ചു. പത്രോസിനെ പിടിച്ചപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ തന്നെ തങ്ങാനാ പ്ലാനെങ്കിൽ 23-ാമത്തെ വാക്യം, ആ കാലത്ത് കലഹം തുടങ്ങും. സ്തോത്രം. നിന്നെ ദൈവം കണ്ടിടത്തെ കിളക്കാൻ, നിന്നെ ഇവിടുന്ന് പറിക്കാൻ, സ്തോത്രം, സ്വർഗസ്ഥനായ ദൈവം ഈ മാർഗത്തെ ചൊല്ലി കലക്കമുണ്ടായി. 20:1 നിങ്ങൾ കണ്ടോ? ഇവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാ? കലഹം ശമിച്ചു. നിനക്ക് ചില ശ്രദ്ധിച്ചു കേക്ക്. കലഹം ശമിച്ചു. എപ്പോ? താഴത്തെ ഭാഗം വായിച്ചാൽ അറിയാം. പൗലോസ് ശിഷ്യന്മാരെ കൂട്ടി വരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞു. യാത്ര പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഹൃദയത്തിൽ കിട്ടിയ പ്രകാശനം ഇനി ഇവിടെ തങ്ങരുത്, റോമിലെത്തണം. റോമിലെത്തണമെന്ന് പ്രകാശനം കിട്ടിയിട്ടും കുറെ കാലം പിന്നെയും തീരുമാനിച്ചിരുന്നു. എല്ലാ കൊല്ലവും ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറെ തീരുമാനിച്ചിട്ട് പിന്നെ അവിടെ തന്നെ വെക്കും. ഈ കൊല്ലം കളി മാറും. സ്തോത്രം. മനസ്സിലായോ? അതല്ലെങ്കിൽ പിന്നെ ഇന്ന് വൈകുന്നേരം യോഗം കേൾക്കാൻ വരരുതായിരുന്നു. ഇത് കേട്ടുപോയ സ്ഥിതിക്ക് ശ്രദ്ധിച്ച് കേട്ടു. സ്തോത്രം. 8:15 മുതൽ പോകാൻ വേണ്ടി ഉന്നം പിടിച്ചിട്ടും കർത്താവ് വിടാതിരുന്ന എന്തുകൊണ്ടെന്നറിയാമോ? ഇത് കേട്ടിട്ട് വിടാൻ. സ്തോത്രം. പോകാൻ വേണ്ടി തീരുമാനിക്കും, ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും, ചെയ്യല. കുറെ കാലമായി കർത്താവ് ഇത് കാണാൻ തുടങ്ങിയിട്ട്. അപ്പൊ കർത്താവ് തീരുമാനിച്ചു, അന്നാ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. അതിന് അസാധാരണ കലഹം, തറയിൽ നിർത്താത്ത കലഹം, പട്ടണം കാണാത്ത അഭ്യന്തര കലാപം. ലാസ്റ്റ് 20:1 നമ്മൾ വായിച്ചു, പൗലോസ് യാത്ര പറയുകയാണ്. സ്തോത്രം. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിച്ച് നിർത്താം. നീ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചിലതിനോട് യാത്ര പറഞ്ഞാൽ 1.5 കൊല്ലമായി നേരിടുന്ന കലഹം അന്ന് തീരും. സ്തോത്രം. ദൈവം എന്തിനോ കണ്ടിട്ടുണ്ട്. ദൈവം എന്തോ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ദൈവം എവിടേക്കോ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിന്റെ ബാക്കി കാര്യം നിർവഹിക്കേണ്ട സമയം വന്നിട്ടുണ്ട്. നീ ഒരു സേഫ് സോണിൽ പിന്നെയും അള്ളിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അപ്രതീക്ഷിത കലഹങ്ങൾ ആരംഭിക്കും. ഈ കലഹം ശമിക്കുന്നത് തീരുമാനം. ഞാൻ യാത്ര പറയുകയാണ്. എല്ലാവരോടും പറഞ്ഞു യാത്ര. അന്ന് കലഹം ശമിച്ചു. പൗലോസ് പിന്നെ റോമിലേക്കുള്ള യാത്രയാണ്. ആ സംഭവങ്ങളെല്ലാം അതിഗംഭീരമാണ്. ഇവിടെ ഞാൻ നിർത്തുന്നു. കണ്ണടയ്ക്കാൻ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടച്ച ദൈവസന്നിധിയിൽ ഒരു വാക്ക്. കർത്താവേ, എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഓടിച്ചാണ് പറഞ്ഞത്. ആദ്യത്തെ കാര്യങ്ങൾക്കകത്തൊക്കെ ചില കാര്യങ്ങൾ കണ്ടേക്കാം. ഞാൻ ദൈവാത്മാവിൽ ഇന്ന് രാത്രികാലം 10 മിനിറ്റ് അധികം എടുത്തു എന്ന് പറയരുത്. ഞാൻ ഈ 6 കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതെന്ന് പറയാൻ. എനിക്ക് വേണമെങ്കിൽ 6-ാം അധ്യായത്തിൽ ഒരു 8:15 നിർത്തിയായിരുന്നെങ്കിൽ എനിക്കിപ്പോ സ്തോത്രം വെഞ്ഞാറമൂടത്തായിരുന്നു. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ പറഞ്ഞു നിർത്തി 19-ാം അധ്യായം ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ സ്വർഗം എന്നോട് ചോദിക്കില്ലേ? ദൈവം പറയുന്നു, നീ എത്ര വട്ടം തീരുമാനം എടുത്തു? എനിക്ക് ഇന്നത് ഞാനിത് വിട്ടേക്കാം, ഇനി അതില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരോട് പറയുന്നു, നിന്റെ മൊബൈൽ യൂസ് ചെയ്യുന്നതിൽ പോലും ഇന്ന് രാത്രി നീ എടുത്ത തീരുമാനത്തെ ദൈവം നിന്നെ തട്ടി ഉണർത്തി ഓർപ്പിക്കുക. സ്തോത്രം. നിന്റെ മനസ്സ് ശാന്തമാകണമെങ്കിൽ നീ ചിലതിനോട് ഗുഡ് ബൈ പറയുക. ഒറ്റ വാക്കിൽ നീ ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാനൊരു ദൈവ പൈതലാണ്, എന്നോട് എൻ്റെ ഉപവാസത്തിൽ ദൈവം ഇടപെട്ടു. സ്തോത്രം. ഇനി ഇന്നലെ വരെ പറഞ്ഞ ഒരു കാര്യത്തിനും ഞാനില്ല, ഞാൻ അതിനോടൊക്കെ യാത്ര പറയുന്നു എന്നൊരൊറ്റ വാട്സാപ്പ് മെസ്സേജിനകത്ത് നിന്റെ മുമ്പിലെ കലഹം തീരും, നിന്റെ പ്രശ്നം തീരും.
ആരോടാണെങ്കിലും ദൈവം പറയുന്നത് പറയുന്നു, ബാക്കി നിങ്ങൾ ഏറ്റെടുക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തീരാത്ത ഒരു കലഹവും ഇല്ല, പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നവും ഇല്ല, ഉയർത്തപ്പെടാൻ പറ്റാത്ത ഒരു വിഷയവും ഇല്ല. ആര് കൈനീട്ടിയാലും അത് പിൻവലിക്കാൻ കഴിയുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ടു. രാത്രി സഭയെ ഞാൻ അനുഗ്രഹിച്ചിട്ട് പോകുന്നു. ഈ ദൂതെല്ലാം സഭയ്ക്കൊരു ഭയങ്കര ഉണർവായി മാറട്ടെ. ഞാൻ ഇങ്ങനെ കരമുയർത്തി അനുഗ്രഹിക്കുന്ന കർത്താവേ, പാളയം PMG ചർച്ചിന്റെ മറ്റൊരു കാലം തുടങ്ങട്ടെ. ഇന്ന് രാത്രിയും പകലും ദൈവവചനം കേട്ട ദൈവത്തിന്റെ ദാസീദാസന്മാരുടെ ശുശ്രൂഷ ലൈഫിൽ വേറൊരു ദൈവത്തിന്റെ ഷിഫ്റ്റിംഗ് നടക്കട്ടെ. വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കട്ടെ. സഭയുടെ സ്വഭാവം വെളിപ്പെടുത്തട്ടെ. ദൈവം ചെയ്യുമെന്ന് വിശ്വസിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമടിച്ചൊന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? നന്ദി കൂടെ പറയുന്നു ഞാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ കർത്താവിൽ ബഹുമാന്യ അഭിഷക്തനെ ദൈവശക്തിയോടെ കരങ്ങൾ ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവസഭയുടെ സ്വഭാവം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രണമാകണം. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവമാണ് ദൈവസഭയെ നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആമേൻ. കർത്താവിന് നീരസമുണ്ടാക്കരുത്. ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകുവാൻ ഇടയാക്കരുത്. ഹല്ലേലൂയ. നമ്മെ കണ്ട് ഒരുവൻ വന്നാൽ അവൻ ലജ്ജിച്ചു പോകരുത് എന്ന നിലയിൽ സവിസ്തരം ദൈവവചനം നമ്മോട് സംസാരിപ്പാൻ ദൈവം സഹായിച്ചു. ഈ പകലും രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിച്ച ബഹുമാനി അഭിഷക്തൻ ഷാജി പോളിന് സഭയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. സഭയുടെ ദൈവാത്മാവിന്റെ നിയോഗത്തോടെയുള്ള സ്വഭാവം നമ്മുടെ സഭയിലെല്ലാം നിവർത്തീകരിക്കുമാറാകട്ടെ. സഭയിൽ ഭിന്നിപ്പ അതായത് മുഖപക്ഷം ഒന്നും ഉണ്ടാകാതെ, അഥവാ ഒരു ഭിന്നിപ്പിന്റെ ലക്ഷണമുണ്ടായാൽ വ്യവഹരിപ്പാൻ പുറത്തുള്ളവരല്ല, അകത്തുള്ളവർ. അതേ, ഹല്ലേലൂയ. ഒരു ആർദ്ര ഹൃദയം നമുക്കുണ്ടാകണം. അതിന് പരിഹാരകൻ പരിശുദ്ധാത്മാവാണ്. അത് നമ്മിൽ കൂടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ള ചിന്തയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ. ഇപ്പോൾ എൻ സുനിൽ പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ അറിയിക്കട്ടെ. സ്നാനം ഇവിടെ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് സ്നാന ശുശ്രൂഷയുണ്ട്. സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഡിക്ലറേഷൻ ഫോം വാങ്ങി അത് ഫില്ലപ്പ് ചെയ്ത് തരിക. ഒരു കർത്താവിന്റെ ദാസൻ ഇവിടെ വൈദ്യൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഡിക്ലറേഷൻ ഫോം വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ എൻ സുനിൽ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, നല്ല കർത്താവേ, നമ്മുടെ പിതാവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തിരുന്നു 19ാമത്തെ രാത്രികാല ഉപവാസത്തോടെ പ്രാപ്തിയോടെ അയക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവങ്ങളെ കേൾപ്പിക്കുന്നു. കർത്താവേ, കടന്നുവന്ന സമയം മുതൽ പാടുവാൻ പ്രാർത്ഥിപ്പാൻ ആത്മാവിനാദിപ്പാൻ ദൈവങ്ങളെ സാഹചര്യവും പൂർണ്ണമായി ഭാഗ്യമായി ഉപസിക്കുന്ന എല്ലാവരുടെ പേരും ദൈവത്തിന്റെ അത്യുന്നതമായ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, പാതയുടെയും മേൽത്തരമായ ഗോതമ്പം കൊണ്ട് ദൈവത്തോളം എല്ലാവരെയും പോഷിപ്പിച്ചതിനായി സ്തുതം. ഞങ്ങളെ കേൾപ്പിച്ച ദൈവജനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തിരുവാതെ കൊണ്ട് ദൈവാത്മാവ് സഹായിക്കണമേ. സഭയ്ക്ക് ദിവസങ്ങളിൽ സഭയുടേതായ സ്വഭാവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നാളുകളിൽ ദൈവം വന്ന ആത്മാവിന്റെ ശക്തിയാൽ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം എല്ലാവരുടെ പേരിലും ആത്മാവിന്റെ കൃപ ചെയ്യുവാൻ പ്രാപ്തിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷനാവിടപ്പെട്ട കർത്താവിനെ ഏൽപ്പിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരെ കർത്താവ് വിലപ്പെടുത്തണമേ. കർത്താവേ, കടന്നു നിൽക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷ കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിച്ചാട്ടെ. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ. പിരിയാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങളെ മറയ്ക്കും കൃപയ്ക്കുള്ളിൽ പൊതിയും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന നല്ല പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. ഇന്ന് പകലും രാത്രിയിലും ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവെ അവിടുത്തെ വചനം ശുശ്രൂഷിച്ച ഞങ്ങളുടെ വിലയേറിയ ദാസന്റെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമീൻ. സമാധാനത്തോടെ തിരിഞ്ഞു പോകാം. കർത്താവിന്റെ അതെ ഈ ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന നാളെ പകലും രാത്രിയിലും ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ഐ ജോൺസൺ കുണ്ടറ ആയിരിക്കും. പ്രാർത്ഥനാപൂർവം സംബന്ധിക്കുക.